സ്വർഗീയ സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. അവിടുന്ന് കയ്യിൽ ഒരു പുസ്തക ചുരുൾ പിടിച്ചിരിക്കുന്നു. 7 മുദ്രകളോടുകൂടിയ ആ പുസ്തക ചുരുൾ അടച്ചു ഭദ്രമാക്കിയിരിക്കുന്നു. 2 കാര്യങ്ങൾ സംഭവിക്കണം. പുസ്തകം തുറക്കണം, മുദ്ര ഭേദിക്കണം. അർഹനായ ഒരാളെ തേടി സ്വർഗത്തിൽ ഒരു വിളംബരം, ഒരു പ്രഖ്യാപനം. ഈ പുസ്തകം തുറക്കണം, അതിൻ്റെ മുദ്ര ഭേദിക്കണം. ആരാണതിന് യോഗ്യനായി ഉള്ളത്? ഒരു നിശബ്ദതയായിരുന്നു മറുപടി എന്ന് അനുമാനിക്കണം. പുസ്തകം തുറക്കാനോ അതിൻ്റെ മുദ്ര ഭേദിച്ചു വായിച്ച് വിശദീകരിക്കാനോ സ്വർഗത്തിലും ഭൂമിയിലും ആരെയും കാണാൻ സാധിച്ചില്ല. പ്രവാചകൻ കരഞ്ഞു. കരയുമ്പോൾ സ്വർഗീയ ജീവികളിൽ ഒന്നായ ഒരു മൂപ്പൻ അടുത്തു വന്ന് കരയുന്നവൻ്റെ തോളിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, കരയണ്ട. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും തുറക്കാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ പുസ്തകം തുറക്കാൻ എന്തുകൊണ്ട് മനുഷ്യരാശിക്കു കഴിയുന്നില്ല? യോഗ്യരായി ആരെയും എന്തുകൊണ്ട് കണ്ടില്ല? അതുമാത്രമാണ് കഴിഞ്ഞ രാത്രി ചർച്ച ചെയ്തത്. ഇന്നലെ വരാത്തവർക്ക് വേണ്ടിയും പറയട്ടെ. പണ്ട് കാലത്ത് ഒരു വസ്തുവിൻ മീതെ 2 ആധാരമുണ്ടാകുമെന്നും, ഒന്ന് അടഞ്ഞ ആധാരവും മറ്റൊന്ന് തുറന്ന ആധാരവുമാകുമെന്നും, അടഞ്ഞ ആധാരത്തെ യഹൂദന്മാർ മെസൂസ എന്ന് വിളിക്കുമെന്നും, പരമ്പരാഗതമായി അതാരുടെ കൈവശമിരിക്കുന്നുവോ അവർക്ക് കുടുംബ ഓഹരിയിൽ പങ്കുകൂടുമെന്നും, അത് തുറക്കുന്നത് ഭയജനകമായ എന്തോ പ്രതിസന്ധി വിളിച്ചു വരുത്തുമെന്നുമൊക്കെ അവർ വിശ്വസിച്ചു. അതിൻ്റെ നിഴലിൽ വേണം ഈ പുസ്തക ചുരുളിനെ കാണാൻ. ഗ്രന്ഥച്ചുരുൾ കയ്യിലെന്തിക്കൊണ്ട് ആരുണ്ടത് തുറക്കാൻ എന്ന് ചോദിക്കുമ്പോൾ തുറക്കാൻ ആരെയും കാണാഞ്ഞതിൻ്റെ കാരണം അത് തുറന്ന് വിശദീകരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ്. വിസ്ഫോടനാത്മകമായ ചില വിഷയങ്ങൾ, ഈ പ്രപഞ്ചത്തിനു സംഭവിക്കാൻ പോകുന്ന വലിയ പരിണാമങ്ങൾ, ഇന്നോളം മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ കാർക്കശ്യ നിലപാടുകൾ, അങ്ങനെ ഭൂമി ഭസ്മീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന 7 രഹസ്യങ്ങൾ ആലേഖനം ചെയ്തു വച്ചിട്ടുള്ള മുദ്രകളാണിത്. ആരാണത് തുറക്കുന്നത്? കഠിനമായ ആ കോപങ്ങളുടെ പർവ്വം തുറക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ മുമ്പിൽ കരയുകയേ നിർവാഹമുള്ളൂ. എപ്പോഴാണ് മനുഷ്യൻ കരയുന്നത്? പ്രതിസന്ധിക്ക് മുമ്പിലാണ് കരയുന്നത്. കരച്ചിലൊരു തോൽവിയല്ല, അത് ജയം തന്നെയാണ്. ഇന്നും കരയാൻ മനസ്സുള്ള ദൈവമക്കളാണ് ക്രൈസ്തവ സഭയുടെ ശക്തി. കണ്ണീരൊഴുക്കാൻ കഴിയുന്ന വ്യക്തികളാ കുടുംബത്തിൻ്റെ ശക്തി. കരയുന്നവരിലൂടെയാണ് ദൈവം തൻ്റെ വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കാൻ പോകുന്നത്. കരയുമ്പോൾ ഒരു മറുപടി, കരയേണ്ട, ഒരുവൻ ജയാളിയായിട്ടുണ്ട്. കണ്ണീരൊരു തുള്ളിയെങ്കിലും പുറത്തു വരാനാവാതെ വിമ്മിഷ്ടപ്പെടുന്ന ഹൃദയത്തിൻ്റെ അകത്തെ വേദന സഹിക്കാനാവാതെ പിടയുന്ന ജീവിതങ്ങൾ അകത്തും പുറത്തുമുണ്ടെങ്കിൽ അറിയുക, കരയേണ്ട. ഏത് പ്രതിസന്ധിയെയും ജയിക്കാൻ കഴിയുന്നവൻ, ജയിച്ചവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ജയാളിയോടാണ് നമുക്കിന്ന് രാത്രി കൂട്ടായ്മ. ആ ജയമെടുത്ത കുഞ്ഞാടാണ് നമ്മുടെ മധ്യേ സന്നിഹിതനായിട്ടുള്ളത്. നമ്മുടെ പാട്ടും പ്രശംസയുമല്ല അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ. ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്, നിലപാട് കൊണ്ട് നമുക്കനെ ഉയർത്തിക്കൊണ്ടിരിക്കാം. സകല മഹത്വവും ദൈവത്തിനർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഇനി മുദ്രയുടെ ഭേദനമാണ്. ഇന്നലെ ഞങ്ങൾ ആ രഹസ്യം മാത്രമാണ് പറഞ്ഞത്. ഇന്നതിൻ്റെ രഹസ്യം ചുരുളഴിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ആദ്യ മുദ്ര മുതൽ ഒന്ന് വായിച്ചു തുടങ്ങണം. വായിച്ചാട്ടെ.
കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ശ്രദ്ധിക്കണം. 4 ജീവികൾ സ്വർഗത്തിൽ, 24 മൂപ്പന്മാർ. ഈ രംഗം ഇന്നലെ ഞാൻ വിശദീകരിച്ചതാണ്. എങ്കിലും ആ പശ്ചാത്തലം ഒന്ന് ഗ്രഹിക്കാൻ ഞാൻ ആവർത്തിക്കാം. പശ്ചാത്തലം വ്യക്തമാക്കുന്നത് 4-ാം അധ്യായത്തിലാണ്. അദ്ദേഹം 4-ൽ പറയുകയാണ്, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് അപൂർവം ചിലരേ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ട മറ്റൊരാൾ സ്തെഫാനോസാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. തുറക്കപ്പെട്ട സ്വർഗം അനവധി ദൈവമക്കൾ കണ്ടിട്ടുണ്ട്. ചിലർ മാത്രമേ അത് വിശദീകരിച്ചിട്ടുള്ളൂ. അതിൻ്റെ വ്യക്തമായൊരു വിശദീകരണം വെളിപ്പാട് 4 കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. തുറക്കപ്പെട്ട സ്വർഗത്തിലൊരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിനു ചുറ്റിലും മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ. ആ കണ്ണാടിക്കടൽ തീരത്ത് ദൈവാത്മാവിൻ്റെ ജ്വാലയുടെ പ്രകാശനം. ആ ജ്വാലകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കെ തൊട്ടു അരികിൽ അതിനു ചുറ്റുമായി 24 സിംഹാസനങ്ങൾ. 24 സിംഹാസനങ്ങളിൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കോമളരൂപികളായി തേജോരൂപികളായി 24 മൂപ്പന്മാരിയ്ക്കുന്നു. അവർക്ക് പൊൻകിരീടങ്ങൾ ലഭിച്ചു. അടുത്തത് 4 സവിശേഷ ജീവികൾ. ആ ജീവികളിൽ ഒന്നാണിപ്പോൾ ഇടിമുഴക്കം പോലെ പറയുന്നത്. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വരിക, അത് പരിചയപ്പെടുത്താൻ അങ്ങോട്ട് വന്നത്. ആ സ്വർഗീയ ജീവികളെ നമ്മൾ കണ്ടു. സ്വർഗീയ ജീവികളുടെ പ്രത്യേകത, 1-ാം ജീവി സിംഹസാദൃശ്യം, 2-ാം ജീവി കാളയ്ക്കു സദൃശ്യം, 3-ാം ജീവി മനുഷ്യമുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സാദൃശ്യം, അതിനോട് മുഖമുള്ളത്. സിംഹമുഖമുള്ള ഈ ജീവി 6 ചിറകുണ്ടൊരു ജീവിക്ക്. 6 ചിറകുകൾ. ആ ചിറകിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. സത്യത്തിൽ നമ്മൾ ധരിച്ചു വെച്ചതുപോലെ ആരാധിക്കല്ലവ. അങ്ങനെ ധരിക്കണ്ട. കാരണം പറയാം. അച്ചടക്ക ബോധമുള്ള ഒരു സ്കൂൾ മാഷ് നടന്നു വരുന്ന കാഴ്ച കണ്ട് പെൺകുട്ടികൾ മാഷിനോടുള്ള ആ ഭയം നിമിത്തം മുഖം മറച്ചിട്ട് അടുത്ത കുട്ടിയോട് പറയുക, മാഷ് വരുന്നു, സാർ വരുന്നു, സൂക്ഷിക്കണം. ഇതുപോലെ ആ ദൂതൻ ഒരുത്തനോടൊരുത്തനാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അല്ല, ദൈവത്തെ നോക്കി വിളിക്കാൻ അവർക്കൊരു ഭയം. ഭയം നിമിത്തം ദൂതഗണങ്ങൾ മുഖം മറച്ചിട്ട് ഒരുത്തനോടൊരുത്തൻ, ഇരിക്കുന്നവനും ഇരുന്നവനും സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് സ്തുതിക്കുമ്പോഴൊക്കെ അവ സ്തുതിക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടികൾ കിടുങ്ങുന്ന കാഴ്ച പ്രവാചകന്മാർ പണ്ടേ പൂരിപ്പിച്ചു വച്ചു. ആത്മമണ്ഡലത്തിൽ അവൻ്റെ മഹത്വം പ്രകീർത്തിക്കുമ്പോൾ, പരിശുദ്ധി പ്രകീർത്തിക്കുമ്പോൾ സ്വർഗവും കിടുങ്ങുന്ന പരിശുദ്ധിക്കുടമയായി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ ഏത് അശുദ്ധിയും നീക്കി നിന്നെ ശുദ്ധീകരിക്കാൻ അവൻ അവകാശമുണ്ട്. ഏത് കൊടും പാവിക്കും ശുദ്ധീകരണം നൽകുന്ന മഹാദൈവത്തിന്റെ ശബ്ദം ഏറ്റെടുത്തിട്ട് പറയാ, നാഥാ നിന്റെ പരിശുദ്ധി എന്നെ ശുദ്ധനാക്കി മാറ്റി. ഇവിടെയാണ് ബൈബിളിലെ ദൈവത്തിൻ്റെ മഹത്വം. പറയാം. ഇന്നിപ്പോൾ വലിയൊരു ചർച്ചയാണ് ലോകമെമ്പാടും. യെരുശലേം ദേവാലയം അടക്കമുള്ള ഇടങ്ങളിൽ അശുദ്ധൻ പ്രവേശിച്ചാൽ യെരുശലേമിൽ ദേവാലയം അങ്ങ് അശുദ്ധമാകും. അങ്ങനെയാണ് അവരെ പഠിപ്പിക്കൽ. അതുകൊണ്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കിടക്കാതിരിക്കാൻ. ഇപ്പോൾ ദേവാലയമില്ല, ഉള്ള കാലത്തെ കാര്യം പറഞ്ഞത്. യെരുശലേം ദേവാലയത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്,
പ്രവേശനമില്ല താഴെ പറയുന്നവർക്ക്. ആർക്കൊക്കെയാ? കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കണ്ണ് കാണാത്തവൻ, പൊക്കമില്ലാത്തവൻ, ട്രാൻസ്ജെൻഡർ, അതുപോലെ ഷണ്ണൻ, ഇവർക്കൊന്നും പ്രവേശനമില്ല. കുഷ്ഠരോഗി ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ചുണങ്ങു വന്നവന് പോലും പ്രവേശനമില്ല. ചുരുക്കത്തിൽ മാന്യന്മാരുണ്ടേ വരാനായി പറയുന്നത്. ആരെങ്കിലും ഉണ്ടേ അവരിങ്ങോട്ട് പോരട്ടെ, ഏറ്റവും മാന്യമായിട്ട് അവർക്ക് വരാം, വേറെ ആരെയും വേണ്ട. പക്ഷെ അവരെ പിടിച്ച യേശു തൻ്റെ സഭ ആരംഭിച്ചത് കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ പോയി ആരംഭിച്ച പ്രാർത്ഥനയല്ലേ പിൽക്കാലത്ത് ശക്തിപ്പെട്ടത്. പാപിയായ മറിയത്തോടൊപ്പം അവൻ നടന്നു, സംസാരിച്ചു. യൂതന് മേജർ ചിന്തയുണ്ട്. ശവം സ്പർശിച്ച വസ്തുക്കൾ, ശവത്തെ സ്പർശിച്ച വസ്തുക്കൾ. ശവം സ്പർശിക്കുക എന്നത് മറ്റൊരിടത്തിൽ എടുക്കരുത്, ശവത്തിന് സ്പർശിക്കാൻ പറ്റില്ല. പക്ഷെ ശവം തൊട്ട ഏതെങ്കിലും വസ്തുക്കൾ നമ്മൾ തൊട്ടാൽ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. പിന്നെ കുളിച്ചു ശുദ്ധനായി ദേവാലയത്തിൽ ചെന്ന് ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമായി ഒരു കുറുമ്പ്രാവിനെ യാഗമർപ്പിക്കണം. ഇതാ നിയമം. അപ്പം എൻ്റെ ഒരു ന്യായമായ സംശയം, ഒരു കുഷ്ഠരോഗി പള്ളി കയറിയാൽ പള്ളിയുടെ വിശുദ്ധി അങ്ങ് പോകുമെങ്കിൽ പള്ളിയാണോ വലുത് കുഷ്ഠരോഗിയാണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഒരു സ്ത്രീ വന്ന് യെരുശലേം ദേവാലയത്തിനകത്ത് കിടക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ പരിശുദ്ധി അങ്ങ് പോകുമെങ്കിൽ ഈ ദേവാലയം എന്താ ഗുണം? വല്ല പ്രയോജനമുണ്ടോ? അത് പൂട്ടിക്കെട്ടണ്ടേ പണ്ടേ? അതുകൊണ്ട് മാന്യരായ സ്ത്രീകൾ ദേവാലയം നോക്കിയിട്ട് പറയണം, അച്ഛാ എന്നെ കാണാൻ മനസ്സില്ലേ, തന്നെ കാണാൻ എനിക്കും മനസ്സില്ല. അന്തസ്സുള്ള സ്ത്രീകളുണ്ട്, അതാ പറയേണ്ടത്. മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ മുമ്പിൽ ബോർഡെഴുതി വെച്ചിരിക്കുക, ഷണ്ണൻ, പൊരിച്ചുണങ്ങൻ, കണ്ണു കാണാത്തവൻ, ഇവർക്കൊന്നും പ്രവേശനമില്ല. എവിടാ? ജെറുസലേമിൽ എഴുതി വച്ചിരിക്കുക. അത് കണ്ടിട്ട് നമ്മുടെ ഷണ്ണൻ വണ്ടി ഓടിച്ച് അവിടെ വന്നു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി. പുള്ളി തിരിച്ചുപോയി. ആ പോക്കില അവൻ യഥാർത്ഥ ദൈവശബ്ദം കേട്ടെ. പ്രൈസലോ, തിരിഞ്ഞു നടക്കച്ച യഥാർത്ഥ ദൈവശബ്ദം കേൾക്കാം. വെള്ളമില്ലാത്ത മരുഭൂമികളെ, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ വിട്ടിട്ട് ജീവന്റെ ഉറവയായവന്റെ പാതാര ബിന്ദങ്ങളിൽ അഭയം പ്രാപിക്ക്. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ വാരിപ്പുണരുന്ന ഒരു മനോഹര ദൈവത്തിൻ്റെ ശബ്ദമാണ് നീ കേൾക്കുന്നത്. മറുവശത്തൊന്നുകൂടി പറയാം. പൗരാണിക കാലം തൊട്ടേ അങ്ങ് ബാബിലോണിലും ഈജിപ്തിലും അതുപോലെ യെരുശലേമിലുമൊക്കെ ഈ ദേവസങ്കല്പങ്ങൾക്ക് പേടിയാ. ആരെയൊക്കെ പേടിയാ? കുഷ്ഠരോഗിയെ. അയ്യോ കുഷ്ഠരോഗി വരുന്നു, എൻ്റെ വിശുദ്ധി പോകും, പിന്നെ അതിനെ സൂക്ഷിക്കാൻ ആളുകൾ നിൽക്കുക. അയ്യോ സ്ത്രീ വരുന്നു, ആകെ പ്രശ്നമാണ്. തുറന്നങ്ങ് പറയാമല്ലോ. പ്രകൃതി ഒരു സ്ത്രീയിൽ വരയ്ക്കുന്ന ചിത്രമാണ് അവൾ ഋതുമതിയാകുന്നത്. അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം കൊണ്ട് അവൾ അമ്മയാകുന്നത് ഞാൻ പകലും പറഞ്ഞു. ഒരു സ്ത്രീ അമ്മയാകുന്നത് അത്ര വലിയൊരു പ്രക്രിയ. അമ്മയാവുക നിസാര പ്രക്രിയയല്ല. കാരണം അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ കുഞ്ഞു മാത്രമല്ല അമ്മയും ജനിക്കുക. അന്ന് 2 പേരുടെ ജനനം. അമ്മയ്ക്കൊപ്പം ഒരു അച്ഛൻ ജനിക്കും, 3 പേരുടെ ജനനം. അച്ഛനൊപ്പം ഒരു മുത്തച്ഛൻ ജനിക്കും, മുത്തശ്ശി ജനിക്കും, മാതുലൻ ജനിക്കും, ആൻറ്റി ജനിക്കും, കൊച്ചപ്പൻ ജനിക്കും, ചിറ്റപ്പൻ ജനിക്കും. വലിയൊരു ജനനത്തിൻ്റെ പ്രളയം. അതിനവളെ പ്രകൃതി ഒരുക്കി സജ്ജീകരിക്കുന്ന മനോഹര അനുഭവമാണ് അവളുടെ ശരീരത്തിന് വരുന്ന വ്യതിയാനം. ആ വ്യതിയാനം പാപമായി ഈ ബൈബിള് കാണുന്നില്ല. അത് രോഗമായി ഭവിച്ചവളും ഓടിച്ചെന്ന് യേശുവിനെ അങ്ങ് തൊട്ടപ്പോൾ യേശുവിൻ്റെ വിശുദ്ധിക്ക് ഒരു കുറവും വന്നില്ലെന്ന് മാത്രമല്ല, അവളുടെ അശുദ്ധി മുഴുവൻ ഉരുകിത്തീർന്നിട്ട് യേശുവിൻ്റെ വിശുദ്ധിയുടെ സാന്നിധ്യം അവളെ അടിമുടി മാറ്റിമറിച്ച് ഒരു പുത്തൻ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഉടമയാക്കി മാറ്റി. ആ ബലത്തോടെയാ മരിച്ചടക്കപ്പെട്ട യേശുവിനെ കാണാൻ അവൻ കല്ലറ വരെ ഭയമില്ലാതെ നടന്നു. ഹല്ലേലൂയ. മനസ്സിലായി? ഒരു സ്ത്രീ സാധാരണ ഇതിൽ മരിച്ചടക്കപ്പെട്ടവൻ്റെ കല്ലറ കാണാൻ പോവോ? നിങ്ങളാരെങ്കിലും പോവോ? കാര്യം കൃപയാന്നൊക്കെ പറഞ്ഞാലും പേടിയില്ലേ? അത് വേറെ കാര്യം. പക്ഷെ വചനം പറയാം, അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ മറിയ കല്ലറയ്ക്കുള്ളിൽ ചെന്നു. ആ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതാ കല്ല് എടുത്തു മാറ്റി. അവൾ ആദ്യം ഭാരപ്പെട്ടു പോയി. ആർ നമുക്ക് വേണ്ടി കല്ല് നീക്കും? വേദനിക്കപ്പെട്ടവൾ മുമ്പിൽ നീങ്ങിക്കിടക്കുന്ന കല്ലും
തൊട്ടപ്പുറത്ത് ജയാളിയായിരിക്കുന്ന ജയം പ്രാപിച്ച പുനരുദ്ധാരം ചെയ്യപ്പെട്ട യേശുവും ഇരിക്കുമ്പോൾ യേശുവിനെ മനസ്സിലായില്ല. അരണ്ട വെളിച്ചം മാത്രമേ വ്യാപരിക്കുന്നുള്ളൂ. അവൾ ചങ്കുപൊട്ടി കരയുന്നു. എൻ്റെ ഗുരുവിനെ, എൻ്റെ യേശുവിനെ, എൻ്റെ നായകനെ, ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് കണ്ട് എന്നെ സ്നേഹിച്ചവനെ, എന്നെ പരിഗണിച്ചവനെ, എന്നിലേക്ക് ശക്തി പുറപ്പെടുവിച്ച് എന്നെ വീണ്ടെടുത്തവനെ, അവൻ്റെ ശരീരം പോലും എനിക്ക് കിട്ടാതായോ? അതെവിടെ? ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. ആ വാക്കാ യേശുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആരാധന. നമ്മുടെ പാട്ടിനേക്കാൾ വലുതാണ്. കാരണം ഈ ശരീരത്തിന് യൂദാ 30 വെള്ളി നാണയം വിലയിട്ടെ. ആ ശരീരം കണ്ടിട്ടാ പത്രോസ് പറഞ്ഞത് ഞാനവനെ അറിയുന്നില്ല. ആ ശരീരം കണ്ടിട്ടാ തോമസ് പറഞ്ഞത് നീ തന്നെയോ ഉറപ്പാക്കാൻ എനിക്ക് ആണിപ്പെടുതിൽ വിരലിടണം. തോമസിന് വഴങ്ങിക്കൊടുക്കാത്ത യൂദാ 30 വെള്ളി നാണയം വിലയിട്ട് പത്രോസ് തള്ളിപ്പറഞ്ഞ ആ തിരുശരീരം ഇതാ ഉയർത്തെഴുന്നേറ്റവിടെ ഇരിക്കുമ്പോൾ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ പീലാത്തോസ് വിധി കൽപ്പിച്ച് പുറപ്പെടുവിച്ച് കുരിശടിപ്പിച്ച ജൂതന്മാർ കല്ലെറിഞ്ഞോടിച്ച ബറബ്ബാസിനെ പകരം ചോദിച്ചു വാങ്ങിയ ആ തിരുശരീരം എടുക്കാൻ ആരുമില്ലാതിരിക്കെ ഒറ്റയ്ക്കൊരുവൾ നേരിട്ടങ്ങോട്ട് ചെന്നിട്ട് പറയാ, എനിക്കവനെ വേണം യജമാനനെ. ഒന്ന് പറയൂ, നീ എവിടെ അവനെ വച്ചിരിക്കുന്നത്? അവനെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. യേശുവിന്റെ ഹൃദയം നിറയുന്ന ഒരു ആരാധനയല്ലേ ആ സ്ത്രീ അങ്ങോട്ട് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് സ്ത്രീയായി ജനിച്ചത് ശാപമൊന്നുമല്ല, അതൊരു അനുഗ്രഹമാണ്. എല്ലാ സഹോദരിമാരും ഹൃദയം തുറന്ന നന്ദി ഈ നല്ല നാഥന് പറഞ്ഞാട്ടെ. ആ സഹോദരിമാർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വർപ്പിക്കാം. അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഏത് അശുദ്ധിയും പരിഹരിച്ച് ഇതാ യേശു അവളെ ശുദ്ധയാക്കി വിട്ടിട്ട് പറയാ, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് പോലും അവിടെ പോയി അന്വേഷിക്കുക. വീണ്ടും ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുക വേണ്ട. അവൻ ജീവിക്കുന്നു, അവിടെ നമ്മുടെ മധ്യമുണ്ട്. ഇതാണ് ഈ കുഞ്ഞാട്. 4 ജീവികൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാട് മുദ്ര ഭേദിക്കാൻ പോകുകയാണ്. കുഞ്ഞാടെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് ഭേദിച്ചപ്പോൾ ഇടിമുഴക്കം പോലൊരു ശബ്ദം. അപ്പം ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇടിമുഴക്കം പോലെ ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ അത് വലിയ കാര്യമല്ലേ? ഇപ്പോൾ ഈ നല്ല പാട്ടൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ പാടിയത്. ചിലയിടത്ത് എന്നാൽ ഈ പാട്ടില്ല, ആകെപ്പാടെ കുറേ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ പാടുന്നവർ ആരാധിക്കുക, നമ്മളോട് പറയും ആരാധീര് ആരാധീര് എന്ന് പറഞ്ഞ് ഇറങ്ങുക. നമ്മളെ കൊണ്ടെല്ലാവരും കല്ലേലിയ പറയിപ്പിച്ചിട്ട് ഇവർ തന്നെ പറയും പോരാ. എവനാണോ തീരുമാനിക്കുന്നത് പോരെന്ന്? എവൻ ആര്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ നമ്മൾ ആരാധിച്ച് കണ്ടിട്ട് ഇവൻ പറയുക പോരെന്ന്. കാന്തയാകുന്ന തിരുസഭ, കാന്തന് ഹൃദയം പങ്കിടുന്നതാണ് ആരാധന. കാന്തയും കാന്തനും സംസാരിക്കുന്ന അയൽക്കാരൻ കണ്ടിട്ട് പറയുക പോരെന്ന് പറഞ്ഞാൽ, എടാ നീ ആണായി പിറന്നവനാണെങ്കിൽ കാന്തനും കാന്തയും സംസാരിച്ചെടുത്ത് നോക്കൂ. അതുകൊണ്ട് ഈ പണി നിർത്തണം പാട്ടുകാരും ലീഡ് ചെയ്യുന്ന ആളുകളും. പോരാ, പെരുവെള്ളത്തിൻ്റെ ശബ്ദം, മാൻപേടകളെ. ഇപ്പോൾ അതെല്ലാം ഒത്തിരി മാറ്റി, നന്നായി. അതൊക്കെ ചിലർ പ്രാർത്ഥിക്കാൻ ചെന്നാലേ പറയും ഇന്ന് രാത്രി മാൻപേടകളെ പ്രസവിപ്പിക്കുന്ന ശബ്ദം, വനങ്ങളുടെ തോലുരിക്കുന്ന ശബ്ദം. സർക്കാർ കേസെടുക്കുകയില്ലേ? നമ്മളങ്ങാണ്ട് തോലുരിക്കാൻ പോകാന്നോർത്ത്. മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ കാര്യം പറയണ്ടേ? പോട്ടെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു വലിയ വസ്തുതയാണ്. ഇടിമുഴക്കം പോലെ ശബ്ദത്തിൽ ഒന്നാം ജീവി വന്നിട്ട് വിളിച്ചു, വരിക 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 എന്ന് വിളിച്ചപ്പോൾ ആരാണ് വന്നത്? വായിച്ചോളൂ. ജീവി വിളിച്ചു, സിംഹമുഖമുള്ള ജീവി വിളിച്ചു, വരിക. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഒരു വെള്ളക്കുതിര. നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കണം. രണ്ടാം ജീവി ഒരു കാളയാണ്. കാളയല്ല, കാളമുഖമുള്ള ജീവി. കാളമുഖമുള്ളൊരു ജീവി വിളിച്ചു, വരിക. അപ്പോൾ ദാ വരുന്നു ഒരു ചുവന്ന കുതിര. മൂന്നാം ജീവിയാകട്ടെ മനുഷ്യമുഖമുള്ളൊരു ജീവി. അത് വിളിച്ചപ്പോൾ വരുന്നു കറുത്ത കുതിര. 4 ഒരു കഴുകൻ വിളിച്ചു, കഴുക മുഖമുള്ള ജീവി, ഒരു ദൂതൻ. അപ്പോൾ വരുന്നു ഒരു മഞ്ഞക്കുതിര. വാസ്തവത്തിൽ മഞ്ഞയല്ല, വിളറിയ പച്ച എന്ന് തിരുത്തണം.
മഞ്ഞയാകുമല്ലോ. വിളറിയാൽ പച്ച വിളറിയാൽ മഞ്ഞയാകും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വിളറിയ നിളമുള്ള 4-ാം കുതിര. നമുക്ക് ഈ 4 കുതിരകളെക്കുറിച്ചൊരു പഠനം നടത്തി ഇന്ന് പിരിയാം. സന്തോഷമാണോ? ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ചുള്ള പാരമ്പര്യമായ ഒരു ധാരണ, ഈ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് യേശുവാണ്. മറ്റൊരു കൂട്ടർ പറയുന്നത് യേശുവല്ല, എതിർ ക്രിസ്തുവാണ്. കണ്ടോ, വ്യാഖ്യാനം പോയാൽ 2 വഴിക്ക് പോയാൽ എന്തോ ഒരു അടി നടക്കുമെന്ന് ഓർത്തേ. ഇപ്പോൾ ഒരു കൂട്ടർ അങ്ങോട്ട് വലിക്കുന്നു, ഒരു കൂട്ടർ ഇങ്ങോട്ട് വലിക്കുന്നു, ആകെ പ്രശ്നം. യേശുവാന്ന് പറയുന്നവർ ആരാധിക്കുന്നു, എതിർ ക്രിസ്തുവാന്ന് പറയുന്നവർ ശകാരിക്കുന്നു ഈ മനുഷ്യനെ, വരുന്ന ആളിനെ. പക്ഷെ ഇവരാരും ശ്രദ്ധിക്കാത്ത ഒരു കാഴ്ച, ഈ വിളിക്കുന്ന ജീവിയെ ശ്രദ്ധിക്കുന്നില്ല. അത് ഇടിമുഴക്കം പോലുള്ള ശബ്ദം ശ്രദ്ധിക്കുന്നില്ല. ഒരു വ്യാഖ്യാന കൃതികളിലും ആ ജീവികൾ എന്തിനു വിളിക്കുന്നു എന്ന് പറയുന്നില്ല. നമുക്ക് അവിടെ മുതൽ പരതിപ്പോകണം. ഇനി ഗൗരവമുള്ളതാണ് നമ്മുടെ ചിന്ത, ശ്രദ്ധിക്കണം. ബഹുമാന്യരേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇഹലോകത്തിൽ പിറവി കൊണ്ടത്, ജഡമെടുത്തു വന്നത്, ഇനി ഇൻകാർണേഷൻ അല്ല, അവതാരം എന്നൊരു പദം ശരിയല്ല. ഗാഡ് ഇൻകാർണേറ്റഡ് ഇൻ ഫ്ലഷ്, അത് ക്രിസ്തീയ വിശ്വാസമല്ല. മറിച്ച് എന്തു പറയണം? ഗാഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ അവതരിച്ചതല്ല, പിന്നെ ജഡത്തിൽ വെളിപ്പെട്ടു. അവതാരം എന്നൊരു പദം ബൈബിളിലില്ല. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവപുത്രൻ വന്നു, പിതാവ് അവനെ അയച്ചു. ഇതൊക്കെയാണ് പ്രയോഗം. ഉള്ളയാളായി വന്നേ അല്ല, ഒരാൾ അവതരിച്ചിങ്ങനെ വന്നതല്ല. പിതാവ് തന്നെ പുത്രനായി, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവായി എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വളരെ തെറ്റ്. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. സാരാംശത്തിൽ ഏകനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ് തിരുവെഴുത്തിലെ ദൈവം. ഞങ്ങൾ പകൽ അതൊക്കെ പഠിച്ചു. അപ്പോൾ പുത്രൻ ഇഹലോകത്തിലേക്ക് വരുന്നത് ഒരു യാദൃച്ഛിക സമയം നോക്കിയല്ല. സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇനി ഭൂമിയിലേക്കൊന്ന് പോയേക്കാം എന്നോർത്ത് നമ്മൾ കോട്ടയം പോകുന്ന പോലൊന്നും പോവില്ല. മറിച്ച് അതേക്കുറിച്ച് ഗലാത്യർ 4:4 പറയുക, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് അയച്ചു. കാലം പൂർത്തീകരിച്ചപ്പോഴാണ്. എന്താ കാലം സമ്പൂർണതയായി എന്നർത്ഥം എന്താ പറയാം? യേശു ഇഹലോകത്തിലേക്ക് പിറവി കൊള്ളുന്നതിൻ്റെ 600-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത്, 500 വർഷം മുമ്പ് മുതൽ ലോകമൊരുങ്ങി യേശു വരാൻ. ഇസ്രയേലടക്കമുള്ള രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടൊരു കിരാത ഭരണകൂടം രംഗത്ത് വന്നു, ബാബിലോൺ. ബാബിലോൺ ഭരണകൂടം ഇസ്രയേൽ മക്കളെ അമർച്ച ചെയ്ത കാലം ഇസ്രയേലിക്ക് രാഷ്ട്രീയമായി വലിയ നഷ്ടം. അവരുടെ ദേവാലയം തകർന്നടിഞ്ഞു. അവർ ഒട്ടേറെ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽമാർ അടിമകളായി ബാബിലോണിൽ പിടിക്കപ്പെട്ടു. ഇതൊക്കെ അവരുടെ നഷ്ടമെങ്കിൽ ആത്മീക നേട്ടത്തിൻ്റെ കാലമായിരുന്നു അത്. കാരണം അന്നാണ് എസെക്കിയേൽ പ്രവചനം എഴുതുന്നത്, അന്നാണ് ദാനിയേൽ പ്രവചനം എഴുതുന്നത്. ഇസ്രായേൽ മക്കളെ ഉടച്ചു വാർത്ത് ഏറ്റവും മഹത്തര ചിന്തകൾ പുറത്തു കൊണ്ടുവന്നത് അന്നായിരുന്നു. ആ കാലത്താണ് 70 കൊല്ലങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു സാമ്രാജ്യം അവരെ കീഴടക്കി. അതാണ് പേർഷ്യ. ഇറാൻ എന്നിന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് പേർഷ്യ. പേർഷ്യ ഇന്ത്യ വരെയുള്ള രാജ്യങ്ങളെ അടക്കി ഭരിച്ചു. അങ്ങ് എത്യോപ്യ മുതൽ ഇന്ത്യ വരെയുള്ള 127 സംസ്ഥാനങ്ങളെ അടക്കി ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു, അഹാസ്വരസ്, അഹശ്വേരോഷ് എന്ന് മലയാളത്തിൽ. അങ്ങനെയാണ് പാർസികളുടെ മതം പോലും ഇപ്പോഴും ഇന്ത്യയിലുണ്ടൊരു സൂക്ഷ്മന്യൂനപക്ഷം. ആ പാർസികളിൽ ഒരുവനാണ് രത്തൻ ടാറ്റ, ടാറ്റ കമ്പനിയുടെ ഉടമ. അദ്ദേഹം പാർസി മതക്കാരനാണ്, അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. പാർസികൾ ഒരു സൂക്ഷ്മന്യൂനപക്ഷമായി ഇന്ന് ഇന്ത്യയിലുണ്ട്. പാർസികൾ ഇന്ത്യയിൽ വന്നതോടുകൂടിയാണ്
നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതം കിട്ടിയത്. പാർസികളാണ് നമുക്ക് പരവതാനികൾ കൊണ്ടു തന്നത്. നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന ഈ ജുബ്ബ, ഈ ഉടുപ്പ് ആരും കൃപ കൊണ്ട് പ്രാപിച്ചെടുത്ത വസ്ത്രമല്ല. ഇത് ഇറാനിയൻ വസ്ത്രമാണ്. ആര് ജുബ്ബ ഇട്ടാലും ഓർത്തു കൊള്ളണം, അത് ഇറാനിയനാണ്, അല്ല ഒരു ഇന്ത്യക്കാരൻ്റെയും കണ്ടുപിടുത്തല്ല. ഈ ഉപദേശിച്ചിട്ടിരിക്കുന്ന ജുബ്ബ ഇറാനിയനാണ്, പേർഷ്യൻ, പഴയ പേർഷ്യക്കാരൻ. മരുഭൂമി കൂടെ ഒക്കെ നടക്കാൻ അവിടെ ഉണ്ടാക്കിയ അയഞ്ഞ വസ്ത്രമാണ് ഏത്. പോട്ടെ. അപ്പം അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ അവരെ കൊണ്ടുണ്ടായി. അതൊന്നൊരു വലിയ വിഷയമല്ല. മൂന്നാമത് വന്നത് മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം. അതും ഇന്ത്യ വരെ കിടന്നു. അതിനുശേഷം വന്നത് റോമൻ സാമ്രാജ്യം. അവരിങ്ങോട്ട് വന്നില്ല. 4 സാമ്രാജ്യങ്ങൾ ലോകത്തിൽ വന്നു. 4ാം സാമ്രാജ്യമാകുന്ന റോമൻ സാമ്രാജ്യം ശക്തിപ്പെടുമ്പോൾ യേശു ബേത്ലഹേമിൽ ജനിച്ചു. ഇവർ വാസ്തവത്തിൽ എന്തിനാണ് ലോകത്ത് വന്നത്? ബാബിലോണിനെ ഞാൻ വിടുന്നു, ഒട്ടേറെ ചരിത്രമുണ്ട്. പേർഷ്യയും ഇവിടെ അത്യാവശ്യമില്ല. 2 രാജ്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന് ഗ്രീസാണ്. ഗ്രീക്ക് സാമ്രാജ്യം ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്നു. ഒരിക്കൽ 32 വയസ്സിൽ ആ മഹാസാമ്രാജ്യത്തിൻ്റെ കരുത്തനായ സാരഥി മഹാനായ അലക്സാണ്ടർ ഇഹലോകവാസം വെടിഞ്ഞു. പക്ഷെ മരിക്കും മുമ്പ് ഇത്രയും വെട്ടിപ്പിടിച്ചു കാൽക്കീഴാക്കിയ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു ഭാഷ ആവശ്യമാണ്. അതുകൊണ്ട് ലോകത്തെ അദ്ദേഹം ഒരു ഭാഷയുടെ കീഴിൽ കൊണ്ടുവന്നു. ബാക്കി പ്രാദേശിക ഭാഷകളെയൊക്കെ വെട്ടിക്കളഞ്ഞ് ലോകം മുഴുവൻ വ്യാകരണ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ മാതൃഭാഷയാകുന്ന ഗ്രീക്ക് ലോകം മുഴുവൻ എത്തിച്ചു. ഏത് ശാസ്ത്രം പഠിച്ചാലും നിങ്ങൾ ഗ്രീക്ക് പഠിക്കണം. കാർഡിയോളജിയിലെ മോക്ക് ജോലി എന്ന് പറയില്ലേ, ആ ഡിപ്പാർട്ട്മെൻറ്റ്. കാർഡിയ ഗ്രീക്ക് വേർഡാണ്, ഫോർ ഹാർട്ട്. കാർഡിയ. നെഫ്രോളജി പറയില്ലേ, നെഫ്രോൺ, അതെന്താ, കിഡ്നി. അത് ഗ്രീക്കാണ്. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന കർത്താവെന്ന് പറയുന്നിടത്ത് ഞാൻ നിൻ്റെ കാർഡിയായെ, നെഫ്രോണിനെ അറിയുന്ന യേശു. കിഡ്നിയും ഹാർട്ടും ഒക്കെ അറിയാം. ന്യൂറോയെ കാണാൻ പോകാമെന്ന് പറയില്ലേ, ഗ്രീക്കാ വേർഡ്. മോളേതാ മെയിൻ ചെയ്തേ? ബയോളജി. ബയോളജി എന്ന് പറയുന്നത് എന്താ? ബയോസ് ആൻഡ് ലോഗോസ്. ഗ്രീക്കാണ് പറയുന്നത്. പിടികിട്ടിയോ? ഗ്രീക്ക് പറയാതെ ഒരുവനും രക്ഷയില്ല. അറിഞ്ഞോ അറിയാതെയോ ഇംഗ്ലീഷിൽ കടന്നുകൂടിയ വാക്കുകളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഗ്രീക്ക് ശബ്ദങ്ങൾ ഇംഗ്ലീഷ് ഭാഷയെ കയറി പിടിച്ചു കളഞ്ഞു. ലോകം മുഴുവൻ അന്ന് ഗ്രീക്കായി. മനസ്സിലായോ? ഈ ഭാഷയിൽ അന്ന് കോടതിയുടെ വിചാരണ പോലും. കാരണം ഇന്ന് ഇംഗ്ലീഷ് പോലെയാണ് അന്ന് ഗ്രീക്ക്. ഗ്രീക്ക് became the lingua franca of the ancient world. ലോകത്തിൻ്റെ മുഖ്യ സമ്പർക്ക ഭാഷയായി ഗ്രീക്ക് അങ്ങ് മാറി. നമ്മുടെ കർത്താവിനെ ഗ്രീക്ക് അറിയാമായിരുന്നു. ഇതിൽ പറയുന്ന അരാമിക്ക് മാത്രം പറഞ്ഞല്ല. കോടതിയിൽ നിന്ന് പീലാത്തോസ് വിസ്തരിക്കുമ്പോൾ അരാമിക്കിലല്ല, ഗ്രീക്കിലാണ്. കാരണം കോടതി ഭാഷ ഗ്രീക്കാണ്. പിൽക്കാലത്ത് കോടതി ഭാഷ ലാറ്റിനായി. ഇപ്പോൾ നമ്മുടെ കോടതിയുടെ ഭാഷയൊക്കെ ഇംഗ്ലീഷാണെങ്കിൽ ലാറ്റിനിൽ നിന്നാണ് കോർട്ടിലെ പല പദങ്ങളും നിഷ്പാദിച്ചിട്ടുള്ളത്. കോ, വാറണ്ടം, ഹേബിയസ് കോർപ്പസ്, ഇതൊക്കെ ഇവിടുന്ന് വന്ന് ലാറ്റിൻ വേർഡുകളാണ്. ഇപ്പോൾ പോട്ടെ, ലാറ്റിനും ഗ്രീക്കും സഹോദര ഭാഷകളാണ്. നമ്മുടെ കർത്താവിനെ അങ്ങോട്ട് വിചാരണ ചെയ്യുമ്പോൾ പൈലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമില്ലേ, കോടതി മുറിക്കുള്ളിൽ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കുക, ഈസൂസ് നാസറിൻ മീ ബെസേലിയൂസ് ഈസൂസ് എന്ന് പറഞ്ഞെന്താ? ഈസൂസ് നാസറിൻ ബെൻ മീ ബെസേലിയൂസ്. നസറേനായ യേശുവേ, യോസേഫിൻ്റെ പുത്ര, നീ രാജാവാണോ? യേശുവിൻ്റെ മറുപടി, പൊന്തിയുസ് പീലാത്തോസ്, റോമൻ പ്രൊക്യുറേറ്റർ, മീ എഗോ പീലാത്തോസ്, ഞാൻ അങ്ങനെ ആകുന്നു പീലാത്തോസ്. ആ ചർച്ചയൊക്കെ അങ്ങനെയാണ് നടന്നത്. അടികൊടുത്ത് തിണുത്ത പാടുകൾ യേശുവിൻ്റെ ശരീരത്ത് മാരക പീഡകൽപ്പിച്ചു കൊണ്ട് പൊതുജന സമക്ഷം നിർത്തിക്കൊണ്ട് പീലാത്തോസ് ഉലകത്തോട് വിളിച്ചു പറഞ്ഞതും ഗ്രീക്കിലാ. ഇതാ ആ മനുഷ്യൻ. ഏത് മനുഷ്യനാ? നിങ്ങൾ തിരഞ്ഞ ആ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യൻ ഇതാ നിൽക്കുന്നു.
ഒടുവിൽ ക്രൂശിലൊരു മൊഴി എഴുതിയില്ലേ? ഈസൂസ് നാസറിൻ റെക്സ് യുഡായിയോറം നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. തിരുത്താൻ പറഞ്ഞപ്പോൾ പീലാത്തോസ് മറുപടി പറഞ്ഞതും ഗ്രഹിക്കില്ല. അങ്ങനെ എന്താ പറഞ്ഞത്? എഴുതിയത് തന്നെ. ഹോ ഗിഗരാ ഹോ ഗിഗരാ വൈ ഐ ഹാവ് റിട്ടൺ വാട്ട് ഐ ഹാവ് റിട്ടൺ. ഹോ ഗിഗരാ ഹോ ഗിഗരാ വൈ. ഞാൻ എന്തെഴുതിയോ അതെഴുതി. ഗ്രാഫോ മീൻസ് ഐ റൈറ്റ്. എന്നാ കുഞ്ഞുങ്ങൾ പറയില്ലേ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറയില്ലേ? അതെല്ലാം ഗ്രീക്കാണ്. എന്തിനാ പറഞ്ഞേ? ഗ്രീക്ക് ഭാഷ ലോകം മുഴുവൻ ഇങ്ങനെ വിതച്ചിട്ടിട്ട് അലക്സാണ്ടർ മരിച്ചു. കണ്ടോ, മരിച്ചാൽ എന്താ ഒരു ഗുണം ചെയ്തിട്ടാ പോയത്. പിന്നാലെ വന്ന റോമക്കാർ ചെയ്തത് നല്ല റോഡ് വെട്ടി. ലോകത്തെല്ലാം സൂപ്പർ റോഡ്, നല്ല ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്ത് ഏറ്റവും വേഗം ഹൈവേ ഉണ്ടാകുന്നത് കേരളത്തിലെന്നുള്ള അറിയോ? അറിയില്ല. എന്ന് പറഞ്ഞാൽ ഉള്ള റോഡിൻ്റെ നടുക്ക് കുമ്മായം കലക്കി ഒരു വര, അത് തന്നെ ഹൈവേ. മനസ്സിലായോ? വളരെ എളുപ്പമാണ് നമുക്ക് ഹൈവേ ഉണ്ടാക്കാൻ. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു റോഡുണ്ടെങ്കിൽ കുമ്മായം മേടിക്കുക, ഒരു വര കൃത്യമായിട്ട് ഇട്ടുപോയി കഴിഞ്ഞാൽ അതെന്തെന്നാ ഹൈവേ. റോമിൽ അങ്ങനല്ല. കല്ലുപാകി ഉറപ്പിച്ച പുരാതന റോഡുകൾ, മൃഗം കെട്ടിവലിക്കുന്ന വണ്ടിയൊക്കെ ഉള്ള കാലത്ത് അത്തരം റോഡുകൾ. ഒരു നിയമം കൂടി, എവിടുന്നൊരുവൻ റോഡ് വെട്ടിയാലും റോഡ് കൊണ്ട് റോമാ പട്ടണത്തിൽ മുട്ടിക്കണം. അതിനാ പറയുന്നത് ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം. എല്ലാ റോഡും റോമിലേക്ക് അവിടെ കൊണ്ടെത്തിക്കണം. ഇപ്പം ടൗൺ അങ്ങ് വളരുക. അങ്ങനെ വിശാലമായി റോഡുകൾ വെട്ടി റോമക്കാർ റോഡ് വെട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രോഗം വിട്ടുമാറുമോ എന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഈ കഷ്ടപ്പാടും വേദനയൊക്കെ മാറാനാ ഒരു യോഗം കൂടാൻ വന്നപ്പോൾ ഉപദേശി പറയുക റോമക്കാർ റോഡ് വെട്ടിയെന്ന്. ഒന്നുകൂടെ പറഞ്ഞങ്ങ് വിട്ടേക്കാം. റോമക്കാർ വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന കടലുകളെ കനാലുകൾ വെട്ടി ഏകീകരിച്ചു. നദികളെ തമ്മിൽ യോജിപ്പിച്ച് ജലപാതകൾ സുഗമമാക്കി. നദികളെ കനാല് വെട്ടി യോജിപ്പിക്കുക. നമ്മുടെ രാജ്യത്തും 15 കൊല്ലമായിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ട് നദികളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കും. ഇതുവരെ നടന്നിട്ടില്ല. അത് കാശില്ലാത്തതുകൊണ്ടോ ഭരണകൂടത്തിനും താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഈ നദികളെല്ലാം സ്ത്രീകളാണ്. അവരെങ്ങനെ യോജിക്കുന്നത്? നദികളെല്ലാം സഹോദരിമാരുടെ പേര് ശ്രദ്ധിച്ച് നോക്കി. ബ്രഹ്മപുത്ര ഒഴിച്ച് ബാക്കി നദികളെല്ലാം സ്ത്രീലിംഗത്തിൽപ്പെട്ട നദികളാണ്. നമ്മുടെ ഗംഗയും യമുനയും ഒക്കെ കണ്ടില്ലേ, എല്ലാം സഹോദരിമാരാണ്. അവർ യോജിക്കുക വലിയ പ്രയാസം. അതുകൊണ്ട് ആ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിക്കുക, രക്ഷയുള്ളൂ. പോട്ടെ. ഏതായാലും എന്തിനാ പറഞ്ഞത്? ഇവരിങ്ങനെ നദികളെ യോജിപ്പിച്ചു, കടലിടുക്കളെ യോജിപ്പിച്ചപ്പോൾ 1 മാസം കൊണ്ടൊക്കെ ചെയ്യാവുന്ന യാത്ര 1 ദിവസം കൊണ്ട് ചെയ്യാവുന്നതായി. ഒറ്റ ദിവസം. പക്ഷെ ആ റോമക്കാരൻ തങ്ങൾക്കിങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തേക്കും പോകാൻ വേണ്ടി റോഡ് വെട്ടി, കനാലുകൾ വെട്ടി. പക്ഷെ അധികം നാൾ ഭരിച്ചില്ല. ഇത് രണ്ടും പ്രയോജനപ്പെടുത്തി ആരാന്നറിയോ? നമ്മൾ സുവിശേഷകർ. മനസ്സിലായില്ല? ആ പുരാതന ലോകത്തിലെ പായ്ക്കപ്പലുകളുടെ ഗതി അനുസരിച്ച് മനുഷ്യൻ യാത്ര ചെയ്യുന്ന റിസ്ക്കുള്ള ആ കാലത്ത് 3 കോണ്ടിനെൻറ്റുകളെ മൊത്തം വലം 3 ആവർത്തി വലം വെച്ചിട്ട് മടങ്ങിയെത്തി നല്ല പ്രായത്തിൽ പൗലോസ്ലീഹ പറയുക, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഉലകത്തിൻ്റെ 4 നിലങ്ങളിലും സുവിശേഷം എത്തിക്കാൻ കഴിഞ്ഞത് റോമക്കാരാ, നീ ഒരുക്കിയ വഴി ഞങ്ങളങ്ങ് പ്രയോജനപ്പെടുത്തി. അതുകൊണ്ടാണ് ആ പോയിടത്തെല്ലാം ഞങ്ങൾ നിന്ന് പ്രസംഗിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാൻ കാരണം ഞങ്ങൾ പ്രസംഗിച്ച ഭാഷ കേട്ടവർക്ക് പിടികിട്ടി. ഗ്രീക്കുകാരാ, നീ ഒരുക്കി തന്നു ഭാഷയുടെ പാത. ഇത് രണ്ടും ഉപയോഗിച്ച ഞങ്ങൾ വളർന്നത്. ലോകം ഞങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ, ഞങ്ങളെ പരിമിതപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ പ്രതികൂലങ്ങളെ പ്രചോദനങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട്, അവഗണനകളെ അംഗീകാരങ്ങളായി കൈക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഉണർന്നു, ഞങ്ങൾ ശക്തിപ്പെട്ടു, ഞങ്ങൾ വിജയിച്ചു. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവിടെ അങ്ങ് വിടാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ജീവിതത്തിൻ്റെ അവസാനം വന്ന് തീർന്ന സ്ഥലം എന്ന് വെച്ചാൽ മരിച്ച സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പറയാം. മരിച്ച സ്ഥലമല്ല, മരണത്തിന് മുമ്പുള്ളൊരു പ്രശ്നം. നല്ല യൗവനത്തിലാണ് അദ്ദേഹം യുദ്ധമൊക്കെ ചെയ്തത്. 32 വയസ്സുള്ള മരിക്കുമ്പോൾ
അദ്ദേഹം മെഡിറ്ററേനിയൻ കടൽത്തീരത്തെത്തി അണികളുമായിട്ട്. ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് വന്നു ചേരുന്ന ഒരു നദിയുണ്ട്. ആ നദിയിലൂടെ ഒരു ജലപാത ഈ കപ്പൽ പോകുന്നുണ്ട്. കപ്പൽ എന്ന് പറഞ്ഞാൽ പായ്ക്കപ്പൽ. അതിലദ്ദേഹം കയറി. കൂട്ടുകാരുമൊക്കെ അനുസരിച്ച് ഇങ്ങനെ പോലെ അത് ചെല്ലുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ആ സ്ഥലത്തിൻ്റെ പേര് തർസോസ് എന്നായിരുന്നു. തർസോസ് നിങ്ങൾക്ക് പരിചയമുണ്ട്, നമ്മുടെ പൗലോസിൻ്റെ ജന്മദേശം. ആ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ നദി. ആ നദിയിൽ എല്ലാവരും ചാടി കുളിക്കുന്ന കണ്ടപ്പോൾ അലക്സാണ്ടർക്കും തോന്നി ചാടി കുളിക്കാൻ. കുളിച്ചു. നേരത്തെ ചെറിയ പനിയുണ്ടായിരുന്ന കൊതുക് കടിച്ചതാണ്. കൊതുക് വന്ന് അലക്സാണ്ടറെ കടിക്കുമ്പോൾ ഇത് അലക്സാണ്ടർ ആണെന്നോ അല്ലയോ എന്നൊന്നും കൊതുക് ചിന്തിച്ചില്ല. ഒരു കടി കൊടുത്തിട്ട് അതതിൻ്റെ പൊഴിക്ക് പോയി. പനി പിടിച്ചു. കണ്ടോ, മഹാരാഷ്ട്രങ്ങളെ മുഴുവൻ തടുത്തു നിർത്തുന്നവന് കൊതുക് വന്നപ്പോൾ പ്രതിരോധിക്കാൻ ശേഷിയില്ലായിരുന്നു. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം, മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഈ തണുപ്പത്ത് ചാടിക്കുളിച്ച് കയറി പനി പിടിച്ചു. പിന്നെ അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വേണ്ടി ബാബിലോണിൽ കൊണ്ടുപോയി. അവിടെ കിടന്ന് മരിച്ചു. അവസാനത്തെ കുളി എവിടെ കുളിച്ചേ? പൗലോസിൻ്റെ നാട്ടിൽ കൂടി ഒഴുകുന്ന സിഗ്നസ് എന്ന നദിയിൽ. എൻ്റെ സന്തോഷം, ഈ നദിയിൽ ചെറുപ്രായം മുതൽ, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ വള്ളിനിക്കറിട്ട് കളിക്കുന്ന കാലം മുതൽ പൗലോസ് ചാടിക്കുളിച്ച നദിയായത്. പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇവിടെ ചാടി കുളിച്ചിട്ടുണ്ട്. പൗലോസ് ഇവിടുന്ന് ഒരു യാത്ര പുറപ്പെട്ടു. അത് ലോകം വെട്ടിപ്പിടിക്കാനാണ്. മഹാനായ അലക്സാണ്ടർ ലോകം വെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല. 12,000 മാസിഡോണിയൻ കാലാൽപ്പടകൾ, 28,000 ബാൽക്കൻ കുതിരപ്പടകൾ, ധാരാളം ചതുരംഗപ്പടകളെയൊക്കെ ശേഖരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന. പക്ഷേ കയ്യിൽ ഒരു ചില്ലി കാശില്ലാതെ, സഞ്ചരിക്കാനൊരു കഴുതയോ കുതിരയോ സ്വന്തമില്ലാതെ, ഒറ്റയ്ക്കൊരുവൻ ഉരുമ്പട്ടിറങ്ങിയ കൂടെ 2 കൂട്ടുകാരും കൂടി ഒരു യാത്ര അങ്ങോട്ട് പുറപ്പെട്ടു. അവൻ്റെ പേര് പൗലോസ്. ഹല്ലേലൂയ! അലക്സാണ്ടറെ, നീ നിർത്തിയിടത്ത് നിന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഉലകത്തെ വലം വെച്ച് അവസാനം 60-ാം വയസ്സിൽ പൗലോസിക ഇഹലോകവാസം വെടിയുമ്പോൾ ഉലകത്തോടെ വിളിച്ചു പറയുക, ഞാനും സ്ഥാപിച്ചു ഒരു സാമ്രാജ്യം, നല്ലവർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ മഹാസാമ്രാജ്യം. പ്രിയരേ, അപ്പോൾ യേശു ജനിച്ചതൊരു യാദൃച്ഛിക സമയത്തല്ല, കാലം ഒരുങ്ങിക്കിടക്കുമ്പോഴാണ് യേശുവിൻ്റെ ഇഹലോകത്തിലെ ജഡധാരണം. ഇപ്പം മനസ്സിലായോ? അങ്ങനെ കന്യാമറിയമിലൂടെ നമ്മുടെ കർത്താവ് ഭൂജാതനാകുന്നത്, ജനിക്കുന്നത്. അവിടെ ഞാൻ വിട്ടു. നമ്മുടെ മുദ്രയിലേക്ക് വരണം. സസൂക്ഷ്മം നിങ്ങൾ ഇന്ന് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. പഴയതുപോലെ ലോകം തിരിച്ചു വരുന്നു. ലോകത്തേറ്റവും കിടയറ്റ റോഡുകൾ, ലോകം മുഴുവൻ ഒരു ഭാഷയ്ക്കു കീഴിൽ, ലോകത്തേറ്റവും വേഗത കൂടിയ വാർത്താവിനിമയ സംവിധാനങ്ങൾ, നല്ല റോഡ്, 150-200 കിലോമീറ്റർ അടുത്തടുത്ത എയർപോർട്ടുകൾ, മനോഹരമായ കടൽ യാത്രകൾ, വ്യോമയാത്രകൾ, ഏറ്റവും വേഗത്തിലുള്ള ഫാസ്റ്റസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇതെന്തിനാ? ലോകം മുഴുവൻ ഒരു ഭാഷയുടെ കീഴിലും. എന്തിനാണെന്നറിയണ്ടേ? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം മുഴുലോകത്തോടും പ്രസംഗിക്കാൻ കഴിയും വിധം ലോകമൊരുകുന്നു. അപ്പോൾ യുഗാവസാനം വരും. ഇതിൻ്റെ നിവൃത്തിയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനതിൻ്റെ ശരിയായ വിശദീകരണത്തിലേക്ക് കിടക്കാം. സഹോദരരെ, യേശുക്കർത്താവ് ജഡധാരണം ചെയ്ത് ഇഹലോകത്തിലേക്ക് വരാൻ 4 സാമ്രാജ്യ ശക്തികൾ, ബാബിലോൺ, മീഡോ പേർഷ്യ, ഗ്രീസ്, റോം എന്നിങ്ങനെ 4 ലോകശക്തികൾ ഒരുങ്ങിയതുപോലെ ഈ പുതുയുഗത്തിൽ യേശുവിൻ്റെ 2ാം വരവിന് വേണ്ടി 4 ലോകശക്തികൾ കാത്തിരിക്കുന്നു, തയ്യാറായി. ലോകം വീണ്ടും ചരിത്രത്തിൻ്റെ തനിയാവർത്തനത്തിന് വേദിയാകുന്നു. പണ്ടു ബാബിലോണിനെ പോലെ, മീഡോ പേർഷ്യയെ പോലെ, ഗ്രീസിനെ പോലെ, റോമിനെ പോലെ 4 ലോകശക്തികൾ, ലോകാധികാരികൾ ഇതാ ഒരുമിച്ച് തയ്യാറെടുക്കുന്നു. കുതിര അധികാരത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ്. കുതിര രാജകീയ വാഹനമാണ്. അത് യുദ്ധത്തിനു വേണ്ടതാണ്. 4 കുതിരകൾ വെളിപ്പെടുത്തുന്നത് 4 ലോകാധിപത്യങ്ങളെയാണ്, 4 ലോക രാജ്യങ്ങളെയാണ്.
4 ലോക ആധിപത്യത്തെയാണ്, സാമ്രാജ്യത്വത്തെയാണ് ഞാൻ വിശദീകരിച്ചു വരാം. ഈ പുതുയുഗത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കി വച്ചിട്ടുള്ള ഏറ്റവും കരുത്തുറ്റ സാമ്രാജ്യ ശക്തി ഏതാണ്? ഏറ്റവും വലിയ അധികാര ശക്തി ഏതാണ്? ലോകരാഷ്ട്രീയത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ അധികാര ശക്തി ആരുടേതാണ്? സംശയിക്കണ്ട, അത് വെള്ളക്കാരൻ്റെതാണ്, അഥവാ പാശ്ചാത്യൻ്റെതാണ്. പാശ്ചാത്യൻ അഥവാ വെള്ളക്കാരൻ, ഇതിനത്രയും വളഞ്ഞു പോകുന്ന സായിപ്പാണ് ലോകത്തിലെ ഒന്നാമത്തെ ശക്തി. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല, അങ്ങോട്ട് ചെന്ന് നോക്കാൻ പോകയ്ക്കും. ആരാ? ട്രംപ്. ഞാൻ മുമ്പൊരിക്കൽ ഈ തിരുവനന്തപുരത്തേക്ക് ഒരു കൺവെൻഷന് കോവളം വഴി വണ്ടി ഓടിച്ച് വരുമ്പോൾ അതിലെ ഒരു പ്രകടനം ഇങ്ങോട്ട് വരികയാണ്. കുറച്ച് ആളുകളേ ഉള്ളൂ, കയ്യിൽ ഈ പ്ലാക്കാർഡും ഒക്കെ ഉണ്ട്. പാലസ്തീൻ ഐക്യദാർഢ്യ സമരമോ അങ്ങനെ കണ്ട എൻ്റെ പേര്. അപ്പോൾ അവർ നമ്മൾ വണ്ടി ഒതുക്കി 10 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് കരുതി ഞാനൊരു ചായ കുടിക്കാൻ കയറി. ഇപ്പോൾ അവരും അവിടെ നിർത്തി, ചായ കുടിക്കാൻ അവരും കയറി. അപ്പം ഞാനതിലൊരാളെ പരിചയപ്പെട്ടു. സാറേ, മനസ്സിലായില്ലല്ലോ എന്തായിരുന്നു ഈ പരിപാടി? അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ ഇത്രയും പ്രസംഗമൊക്കെ ആയിട്ട് നടക്കുന്ന ഉദ്ദേശിമാരല്ലേ, നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഞാൻ എന്തോ സംഭവം പറ. പാലസ്തീനി പാവങ്ങൾ മരിക്കുന്നു, പിഞ്ചോമനകളെ വെടിവെച്ച് കൊല്ലുന്നു, എന്നും ബോംബ് സ്ഫോടനം. അതിനെതിരെ ഞങ്ങൾ ഒരു സമരം നടത്തുകയാണ്. ഞാൻ പറഞ്ഞു, കൊള്ളാമല്ലോ. എവിടെ സംഭവം നടക്കുന്ന? ഇവിടെ പാലസ്തീനി. പ്രകടനം നടക്കുന്ന ഇവിടെ കോവളത്ത്. നല്ല കാര്യമാണ്. അങ്ങോട്ട് പോകാൻ വയ്യായിരുന്നോ പാലസ്തീനി? പോകയ്ക്കും അവർ ബാക്കി വയ്ക്കില്ല. ഈ പ്രായത്തിലുള്ള കൊച്ചു പെൺപിള്ളേരുണ്ടല്ലോ, 10ഉം 15ഉം വയസ്സുള്ള കൊച്ചു പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർ ചിരിക്കണ്ട, വണ്ടി പ്രായമുള്ളവരൊന്നും ചിരിക്കുക, അവരെ പെൺപിള്ളേരെന്ന് വിളിച്ചല്ലോ നിർത്തുക. കൊച്ചു പെൺപിള്ളേരിപ്പുണ്ട്. 10ഉം 12ഉം 15ഉം വയസ്സുള്ള പെൺപിള്ളേരൊക്കെ സൈന്യത്തിലാണ്, കൈ കൊടുത്തിരിക്കുന്ന AK-47. കൊച്ചു പിള്ളേർ വെച്ച് പോകയ്ക്കോ അങ്ങോട്ട് ചെല്ലണ്ട, ബാക്കിയില്ല. അപ്പോൾ ലോകത്തിൻ്റെ ഫസ്റ്റ് പവർ പാശ്ചാത്യനാണ്, സംശയിക്കണ്ട. പാശ്ചാത്യ ശക്തിയുടെ അധികാരം മുഴുവൻ ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു. പുതുയുഗത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ഏറ്റവും വലിയ അധികാരം അധിഷ്ഠിതമായത് ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, അത് ബ്രിട്ടൻ്റെ കയ്യിലല്ല അമേരിക്കയിലാണ്. അതും ശരിയാണ്. കാരണം ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് പറിഞ്ഞുപോയ കഴുകൻ ചിറകാണ് അമേരിക്ക. ബ്രിട്ടീഷുകാർ തന്നെയാണ് അമേരിക്കക്കാർ. അവിടെ പ്രാർത്ഥന മനുഷ്യരെ എല്ലാം പീഡിപ്പിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി അവർ ചെന്നെത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് അമേരിക്ക. പിന്നെ അതിൻ്റെ രീതി ഒക്കെ മാറിപ്പോയി. ഓസ്ട്രേലിയ എന്നൊരു രാജ്യമുണ്ട്, അതും ബ്രിട്ടനാണ്. ബ്രിട്ടനിലെ ഈ ഗുണ്ടകളെ, ആക്രമണകാരികളെ, വൃത്തികെട്ട മനുഷ്യരെ എല്ലാം കൊണ്ട് തട്ടിയ സ്ഥലമാണ് ഓസ്ട്രേലിയ. അതാണ് മക്കളെ, ഈ വിക്കറ്റ് വീഴുമ്പോൾ ഇമാർ ഈ തെറിയെല്ലാം പറയുന്നത് എന്തിനാ? പഴയ ഗുണ്ടകളുടെ കൊച്ചുമക്കളാണ്. അവിടുത്തെ വലിയ ഭീകരവാദികളെ കൊണ്ട് തട്ടിയ ദ്വീപിൻ്റെ പേരാണ് ഓസ്ട്രേലിയ. ചുരുക്കത്തിൽ വൈറ്റ് പവറാണ് ലോകത്തിലെ ഒന്നാമത്തെ പവർ. ബ്രിട്ടനായിരുന്നു അതിൻ്റെ അധികാരം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വിളിക്കുന്ന ജീവി ഒരു സിംഹമാണ്. സിംഹം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നം കൂടിയാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ് സിംഹം. ഈ സ്വർഗീയ ജീവി വിളിക്കുന്നു, സിംഹം വിളിക്കുന്നു, വരിക, ഒരു വെള്ളക്കുതിര വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും, ഈ ജീവി സ്വർഗത്തിലല്ലേ, അതെങ്ങനെ ബ്രിട്ടൻ്റെ ചിഹ്നമാണെന്ന് പറഞ്ഞ്? സ്വർഗത്തിൽ ബ്രിട്ടൻ്റെ ചിഹ്നം ഉണ്ടെന്നല്ല പറഞ്ഞ്. ഈ സ്വർഗീയ ജീവി വിളിക്കാൻ കാരണം ഭൂമിയിൽ നടക്കുന്ന ഏത് ഇടപാടിലും അത്യുന്നതൻ്റെ കൺട്രോളുണ്ട്. ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അവൻ രാജാക്കന്മാരെ വാഴിക്കുന്നു, ഇഷ്ടപ്പെടുന്നവർക്ക് അധികാരം കൊടുക്കുന്നു. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഈ പാശ്ചാത്യ ശക്തിയുടെ പ്രത്യേകത? വായിച്ചോളൂ, വായിക്കാം. 1 മുദ്ര പൊട്ടിച്ചപ്പോൾ, അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല്. അവൻ ഒരു കിരീടവും ലഭിച്ചു. അവൻ അധികാരം ലഭിച്ചു. പിന്നെ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അങ്ങനായിരുന്നു സായിപ്പ്. ജയിക്കുന്നവനാണ്, ജയിക്കാനും പുറപ്പെട്ടു, പിടിച്ചെടുത്തു. കയ്യിലൊരു വില്ലുണ്ട്.
ഈ വെള്ള സമാധാനത്തിൻ്റെ പ്രതീകമാണ്. സായിപ്പ് നമ്മളോട് പറഞ്ഞതല്ല സമാധാനം. അവൻ്റെ ചിരി കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവൻ ഉറപ്പായിട്ട് നമുക്ക് സമാധാനം തരുമെന്ന്. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, വാളുകൊണ്ട അവൻ്റെ സമാധാനം. വില്ല് അവൻ്റെ കയ്യിലുണ്ട്, ഒത്തില്ലെങ്കിൽ അവൻ അത് വെച്ച് കാച്ചിക്കളയും. അങ്ങനെയും സമാധാനം ഉണ്ടാക്കും. ലോകത്തവിടെ പ്രശ്നമുണ്ടോ അവിടെ പാശ്ചാത്യം ചൊല്ലും ഉള്ള പ്രശ്നത്തിൻ്റെ മീതെ അടിച്ചൊതുക്കുന്ന ഒരിടപാട് നടത്തും. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങളൊരു രാഷ്ട്രീയം പറയാം, ലോകരാഷ്ട്രീയ. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കേൾക്കില്ലേ, നമുക്കെല്ലാം പെട്രോളിന് ഇരട്ടി വില. നമ്മൾ ലങ്കയിലേക്ക് പെട്രോൾ 45 രൂപയ്ക്ക് കൊടുക്കുന്നു. നമ്മൾ മ്യാൻമാറിലേക്ക് പെട്രോൾ വില താത്ത് കൊടുക്കുന്നു. ആ വിലയ്ക്ക് ഇവിടെ തന്നുള്ള കുഴപ്പമെന്താ? എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അത് ലങ്കയെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. നമ്മളിങ്ങനെ വില ഇങ്ങനെ കഴിയുമ്പോൾ അവയെ നേരിടാൻ പാകത്തിന് മറ്റൊരു ശക്തി ഉദയം ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ ആകുമ്പോഴേക്കും യൂറോപ്പിൻ്റെ 4/3 മണ്ഡലങ്ങളെയും വിഴുങ്ങിക്കൊണ്ട് ഒരു ചുവപ്പൻ ശക്തി, മംഗോളിയൻ്റെ ശക്തി. പാശ്ചാത്യൻ്റെ മുടി വെളുപ്പാണ്, അവൻ്റെ രാഷ്ട്രം വെളുപ്പാണ്, അവൻ പറഞ്ഞത് സമാധാനമാണ്. മംഗോളിയൻ്റെ മുടി ചുവപ്പാണ്, അവൻ്റെ കൊടി ചുവപ്പാണ്, അവൻ പറഞ്ഞതെല്ലാം വിപ്ലവമാണ്. ഒരിടത്ത് ക്യാപിറ്റലിസം, അപ്പുറത്ത് തൊഴിലാളി വർഗ സർവാധിപത്യം. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച് ലോകമൊരു പുതുക്രമത്തിലേക്ക് മാറുമ്പോൾ 2 ലോകശക്തികളായി ലോകം 2ആയി തിരിഞ്ഞു. റഷ്യ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചേരി ഒരിടത്ത്, അമേരിക്ക നയിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ചേരി മറ്റൊരിടത്ത്. ഒരു കൂട്ടർ ബഹിരാകാശത്ത് കീഴടക്കും, അടുത്ത കൂട്ടർ ചന്ദ്രനിൽ എത്തും. ഒരു കൂട്ടർ അണ്വായുധം പരീക്ഷിക്കും, അപ്പോൾ അടുത്ത കൂട്ടർ രാസായുധങ്ങൾ എടുക്കും. യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല. യുദ്ധസമാനമായ അന്തരീക്ഷം, എപ്പോഴും ഒരു ഏറ്റുമുട്ടൽ നടക്കാൻ കഴിയും വിധം വ്യത്യസ്തങ്ങളായ അണ്വായുധങ്ങൾ പരിശോധിച്ചും പരീക്ഷിച്ചും കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ ഇങ്ങനെ വിറപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ചില വീട്ടിലൊക്കെ ഈ സഹോദരിമാർ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നത്തിന് പോകില്ല. ഭർത്താവിനുള്ള ആഹാരം, ചായ, കാപ്പി എല്ലാം കൃത്യം കൊണ്ട് കൊടുക്കും, പക്ഷെ മിണ്ടുകയില്ല. അവരുടെ ഉള്ളിൽ ഏതോ ഒരു വല്ലാത്ത ബോധം കയറിയിട്ട് മിണ്ടുകയില്ല. അപ്പോൾ ഇവർക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിയുന്നത് ഈ മുഖം, അപ്പോൾ ഈ നാദസ്വരം വായിക്കുന്ന ആളിൻ്റെ മുഖം പോലെ ഇങ്ങനെ ഇരിക്കും. ചോറ്, കാപ്പി, ചായ എല്ലാം കൃത്യമുണ്ട്, പക്ഷേ ഇത് വെച്ച കാര്യം പോലും മിണ്ടുകയില്ല. പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പ്രശ്നം ഉള്ളതുപോലൊരു ചിന്ത. അടി നടക്കും, പക്ഷെ അടിയില്ല. ഈ കാലത്തിൻ്റെ പേര് പറയും ശീതസമരകാലം, കോൾഡ് വാർ. പരീക്ഷയ്ക്കൊരു കൊച്ചിനോട് ചോദിച്ചു എന്താണ് ഈ കോൾഡ് വാർ? കൊച്ചെഴുതി കമ്പിളി വസ്ത്രം ഇല്ലാതെ മഞ്ഞ് മലകളിൽ പാവപ്പെട്ട സൈനികർ ത്യാഗം സഹിച്ച് ശത്രുവിൻ്റെ വെടിയുണ്ടയോ ഭയക്കാതെ പ്രാണത്യാഗം ചെയ്ത് രാജ്യത്തിൻ്റെ അന്തസ്സിന് വേണ്ടി വീരോടെ പോരാടിയ സകല സമരങ്ങളുടെ കഥയാണ് കോൾഡ് വാർ അഥവാ ശീതസമരം. പിന്നെ എഴുതി മണിക്കൂറുകളങ്ങ് പോലെ. അങ്ങനെ കഴിവുള്ളൊരു വല്ല കവിയുമാകണം. ഇപ്പം ശീതസമരം മനസ്സിലായോ? ശീതസമരം പിടികിട്ടിയ സഹോദരിമാർക്ക് പിടികിട്ടിയ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെക്കുക. പ്രത്യേകിച്ചൊരു വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതുപോലെ റഷ്യ, അമേരിക്കയും എപ്പോഴും ഒരു വിഷയമുണ്ടാകും എന്ന നിലയിൽ ഇങ്ങനെ നിന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇതിലൊരു ചേരിയിൽ നമ്മളും കൂടിയേ പറ്റും. ഇത് മണത്തറിഞ്ഞുകൊണ്ട് അന്നത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞങ്ങളൊരു ചേരിയിലുമില്ല. അങ്ങനെ ഒരു ചേരിയിലും കൂടാത്ത രാജ്യങ്ങളെയെല്ലാം തപ്പിപ്പിടിച്ച് ഈ സഭയുടെ ഐക്യ കോർഡിനേഷൻ ഉണ്ടാക്കുന്നതല്ല, പുള്ളി കിട്ടിയ ആളുകളെല്ലാം കൂടെ കൂട്ടി ഒരു സംഘടന ഉണ്ടാക്കി. എന്താ അതിൻ്റെ പേര്? നോൺ അലൈൻസ് മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ച നെഹ്റു പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്തതിൻ്റെ അന്ന് രാത്രി തലേ മുണ്ടിട്ട് റഷ്യയോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആണെന്ന് പറഞ്ഞു. ആരും അറിയണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ രഹസ്യ നയം റഷ്യക്ക് അനുകൂലമായിരുന്നു അന്ന്. അതുകൊണ്ട് പക്ഷേ 45 കൊല്ലം, 1945 മുതൽ അടുത്ത 45 വരെയുള്ള വർഷങ്ങൾ ലോകം അറിയപ്പെട്ടു ശീതസമരം. ശീതസമരത്തിനിടയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യം. ശീതസമരഘട്ടം
ഘട്ടം ശക്തിപ്പെട്ടു. 90 ആകുമ്പോഴേക്കും സ്ഥിതി മാറി. 90കളിൽ റഷ്യ ഭരിച്ച ഗോർബച്ചോവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, പെരിസ്ട്രോയിക്കയും ഗ്ലാസ്തനസും പോലെയുള്ള സാമ്പത്തിക പുനഃസംഘടനകൾ, കത്തോലിക്ക സഭയുടെ പിന്തുണയോടുകൂടി, ജോൺ പോൾ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടി അദ്ദേഹം നടപ്പിലാക്കിയ ചില നയങ്ങൾ USSR എന്ന രാജ്യത്തിൻ്റെ പതനത്തിന് ആക്കം കൂട്ടി. ചുരുക്കി പറഞ്ഞാൽ 90കൾ കഴിയുമ്പോൾ USSR അസ്തമിച്ചു. റഷ്യ എന്നൊരു രാജ്യമായി അത് ചുരുങ്ങി. ഉക്രൈനും ഉസ്ബെക്കിസ്ഥാനും അടക്കമുള്ള ഇതര രാജ്യങ്ങളെല്ലാം ആ ചേരിയിൽ നിന്ന് വിട്ടുപോയി. റഷ്യ എന്ന ഒറ്റ രാജ്യമായി തീർന്നപ്പോൾ ലോകത്തൊരു ശക്തി അവശേഷിച്ചു. ആ ശക്തി അമേരിക്ക അടങ്ങുന്ന പാശ്ചാത്യ ശക്തി. കഴിഞ്ഞ സഹസ്രാബ്ദമല്ലേ 1990, അല്ലെങ്കിൽ നൂറ്റാണ്ടെന്നും പറയാം, രണ്ടും ശരിയാണ്. കാരണം 90 നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. 1000 ആണ്ട് തീരെയും കൂടി ചെയ്യുക, 1900 ആണ്ട്. കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ ലോകം ഉറങ്ങാൻ കിടക്കുമ്പോൾ കേട്ടുറങ്ങിയത് റഷ്യയുടെ രാഷ്ട്രീയ തകർച്ച. 10 വർഷം അമേരിക്ക മാത്രമാണ് അടുത്ത ശക്തി. പക്ഷെ 2000 ആണ്ട് ഉണർന്നത് അമേരിക്കയുടെ തകർച്ച കേട്ടുകൊണ്ടാണ്. എന്താ ഈ അമേരിക്കയുടെ തകർച്ച? സമ്പദ് വ്യവസ്ഥ തകർന്നു. ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക പണ്ട് കൊടുത്ത ഡോളർ ഇരട്ടി പലിശയ്ക്ക് വാങ്ങത്തക്ക വിധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു. 18 അക്കങ്ങളുള്ള ഡിജിറ്റിലേക്ക് അമേരിക്കയുടെ വിദേശ കടം വളർന്നു. അങ്ങനെ 2 ശക്തികളും ഡിക്ലൈൻഡായി. പവറില്ല. പക്ഷേ അവർ തന്നെയാണ് ശക്തി ക്ഷയിച്ചെങ്കിലും ശക്തി അവരാ. അങ്ങനെ ഇരിക്കെ ഒരു 3-ാം ശക്തി ഉദയം ചെയ്യുന്നു. വായിക്കാം. 3-ാം മുദ്ര പൊട്ടിച്ചു. വായിക്കാം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 3-ാം ജീവി ഒരു മനുഷ്യനാണ്. മനുഷ്യമുഖമുള്ള ജീവി വിളിച്ചു, വരിക. വന്നതാരാന്ന് നോക്കി. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. 1-ാം ലോകം വെളുപ്പ്, ലീഡർഷിപ്പ് ബ്രിട്ടനും അമേരിക്കയ്ക്കും പാശ്ചാത്യൻ. 2-ാം ലോകം ചുവപ്പ്, ലീഡർഷിപ്പ് റഷ്യക്ക്, അസോസിയേറ്റ് രാജ്യം ചൈന. 3-ാം ലോകം കറുപ്പാണ്. കറുപ്പാധിപത്യമുള്ള 3-ാം ലോകം പട്ടിണി രാജ്യങ്ങളാണ്. സൗത്ത് ആഫ്രിക്ക, സുഡാൻ, എത്യോപ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പോരാ. നമ്മൾ അവിടെ കിടന്നത് ഉരുളണ്ട. നമ്മുടെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ലങ്ക, ഇന്തോനേഷ്യ, അങ്ങനെ ചെറുകിട രാജ്യങ്ങളെ മൊത്തം എടുക്കുക. ഈ രാജ്യങ്ങളെ പറയും തേർഡ് വേൾഡ് അഥവാ 3-ാം ലോകം. 1-ാം ലോകം വെളുപ്പ്, 2-ാം ലോകം ചുവപ്പ്, 3-ാം ലോകം കറുപ്പ്. കറുപ്പാധിപത്യമുള്ള ലോകങ്ങളെ പഠിക്കുക. ആ ലോകത്ത് തർക്കം നിസാര വിഷയത്തിന്, നിസാര പ്രശ്നം ചർച്ചയായി വലിയ വിഷയമാകും. മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണം എന്താ? മനുഷ്യൻ ധരിക്കേണ്ട വസ്ത്രം എന്താ? മനുഷ്യൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ട? ചുരുക്കി പറഞ്ഞാൽ മിത്തുകളെ താലോലിച്ച്, മിത്തുകൾക്ക് വേണ്ടി അടിച്ചു പോരാടി യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നടക്കുന്ന മനുഷ്യരാ തേർഡ് വേൾഡുകളുടെ പ്രശ്നം. ഈ രാജ്യങ്ങളിൽ ഭക്ഷണ ദൗർലഭ്യം, ഫുഡില്ല കാര്യമായിട്ട്. പക്ഷേ എല്ലാവർക്കും ഇല്ല, അതാ ചിലർക്കുണ്ട്, ഉള്ളവനങ്ങ് കഴിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ ഇന്ധനം പോരാ, ഈ രാജ്യങ്ങളിൽ മരുന്ന് പോരാ, ഭക്ഷണമില്ല. അതുകൊണ്ട് പോഷകാഹാരത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് പകർച്ചവ്യാധി വരുന്നത് കൊണ്ട് മരുന്നിനേറെ ആവശ്യം. പക്ഷേ മരുന്നില്ല, ഉള്ള മരുന്ന് ഉപയോഗിച്ച് തീർക്കുന്നു. ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഇന്ധനം. ആകപ്പാടെ പ്രശ്നകലുഷിതമാണ് ഈ 3-ാം ലോകങ്ങൾ. പക്ഷെ പേടിക്കണ്ട, ഈ 3-ാം ലോകത്തിൻ്റെ ലീഡർഷിപ്പ് നമ്മൾ ഇന്ത്യക്കാണ്. പക്ഷേ ഇല്ലായ്മക്കാരുടെ ഇടയിലെ കോടീശ്വരൻ ആരാ? നമ്മൾ ഇന്ത്യയാണ്. വിഷമിക്കേണ്ട കാര്യത്തിൽ. അടുത്തോടെ പറയാം. അതിൻ്റെ ബാക്കിയൊന്ന് വായിച്ച് ഈ പറഞ്ഞവ ഒത്തുവരുമോന്ന് കണ്ടിന്യൂ ചെയ്യാം. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന്
ഒരിടങ്ങഴി കോതമ്പ് ഒരാളുടെ അധ്വാനം കൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ആഹാരമേ കിട്ടൂ. ഒരിടങ്ങഴി ഗോതമ്പ് 3 ഇടങ്ങഴി യവം ഒരു പണത്തിന്. പിന്നെ എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. പാചകവാതകം അധികം തീർക്കല്ലേ. എണ്ണ ഉൽപ്പന്നങ്ങൾ അധികം തീർക്കരുതേ. നമ്മളാണിത് തീർക്കുന്നത്. അംഗസംഖ്യ കൂടുതലാണ്. വീഞ്ഞിന് കേടുവരുത്തരുത്. മരുന്നിൻ്റെ പ്രതീകമാണ് വൈൻ. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളും കൂടുന്ന അസോസിയേഷൻ പറഞ്ഞു. 4 ജീവികളുടെയും നടുവിൽ നിന്നൊരു ശബ്ദം അങ്ങനെ ചെയ്യരുത്. അതവിടെ നിൽക്കട്ടെ. 5-ാം മുദ്രയിലേക്ക് പെട്ടെന്ന് പോകണം. 4-ാം മുദ്രയിലേക്ക്. സോറി, 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നു ഞാൻ കേട്ടു. കഴുകനാണ് പറയുന്നത് വരിക. ഈ കഴുകൻ വരാൻ വിളിച്ചപ്പോൾ വരുന്നത് ആരാണ്? വായിച്ചോളൂ. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. വിളറിയ ഒരു കുതിരയെ കണ്ടു. പച്ചയാണ്. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. അതിൽ യാത്ര ചെയ്യുന്ന കക്ഷിയുടെ പേര് മരണം. തനാറ്റോസ്. മരണമാണ് അതിൻ്റെ മീതെ ഇരിക്കുന്നവൻ. പാതാളം അവനെ പിന്തുടർന്നു. മരണമായതുകൊണ്ട് പുറകെ ശവക്കുഴി പിന്തുടർന്നു. പിന്നെ അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും. എന്താണ് ഇവ ചെയ്യാൻ പോകുന്നത്? വാള്, ക്ഷാമം, മഹാവ്യാധി. 1-ാം ലോകം വെളുപ്പ്, 2-ാം ലോകം ചുവപ്പ്, 3-ാം ലോകം കറുപ്പെങ്കിൽ 4 പച്ചയാണ്. അത് ലോക തീവ്രവാദമാണ്. കടുത്തുറ്റ തീവ്രവാദം. കാണ്ഡഹാറിൽ വിമാനം റാഞ്ചുന്നു. ടിഫിൻ ബോക്സിൽ കുട്ടികളുടെ ആഹാരമെടുത്തു നീക്കിയ ശേഷം ബോംബ് നിറച്ചു വെച്ച് അടച്ച് കുട്ടി പോലും അറിയാതെ ബാഗിൽ വെച്ച് വിടുന്നു. ഉച്ചഭക്ഷണത്തിന് ആ ടിഫിൻ ബോക്സ് തുറക്കുന്ന നേരം തുറന്ന കുട്ടിയും ടീച്ചറും ക്ലാസും കലാലയം മുഴുവൻ തീയിലമരുന്ന് പൊട്ടിത്തകരുന്നു. ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ലോകത്തിൻ്റെ സമാധാനം എടുത്തു കളയുന്ന തീവ്രത ശക്തിപ്പെടുന്നു അറേബ്യൻ രാജ്യങ്ങളിൽ. തീവ്രത കനക്കുന്നു. ഇന്ത്യ ഭീകരവാദത്തിൻ്റെ ഇരയാണ്. അഫ്സൽ ഗുരുവിനെ പോലെയുള്ള ഭീകരവാദികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. നരിമാൻ ഹൗസും അബ്രോയ് ഹോട്ടലും താജ് ഹോട്ടലുമൊക്കെ കത്തി. അവരകത്ത് ഭീകരത നൃത്തം ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടു. അമേരിക്ക ഭീകരതയുടെ ഇരയാണ്. വേൾഡ് ട്രേഡ് സെന്റർ ഇടിച്ചു നിരത്തിക്കൊണ്ട് അതിശക്തമായ സ്ഫോടനങ്ങൾ ഉളവാക്കിക്കൊണ്ട് ലോകത്തെ വിറപ്പിച്ചു ലോക തീവ്രവാദം. ഈ തീവ്രവാദത്തെ വേട്ടയാടാൻ ഒരു രാജ്യം അങ്ങ് ഒരുമ്പെട്ടിറങ്ങി. അതാരാ? തീവ്രവാദം അടിച്ചൊതുക്കുക എന്നും പറഞ്ഞ് പോലീസിനെ പോലെ ഇറങ്ങി. ആരാ? അമേരിക്ക. അമേരിക്കയുടെ ചിഹ്നെന്താ? കഴുകൻ. 4-ാം ജീവിയുടെ മുഖം ശ്രദ്ധിച്ചോ? കഴുകൻ. ജീവികളിൽ 4-ാം മുഖമുള്ളവൻ വിളിച്ചു പറയുക, വരിക. ഒരു മഞ്ഞക്കുതിര. തീവ്രവാദ ശക്തികളെ അടിച്ചൊതുക്കിയപ്പോൾ അവയുടെ നിറം മെലിഞ്ഞ് കുതിരയായി മാറി. പച്ച മെലിഞ്ഞു പോയി. പകരം എന്തായി? മഞ്ഞയായി, വിളറി. ഇത് ഞാനൊന്ന് വ്യക്തമാക്കാം. സൗദി അറേബ്യയിൽ അമേരിക്കൻ ആധിപത്യം, ഇറാഖിൽ അമേരിക്കൻ ആധിപത്യം, കുവൈറ്റിൽ അമേരിക്കൻ ആധിപത്യം, അറബി രാജ്യങ്ങളിലെല്ലാം അമേരിക്കൻ ആധിപത്യമാണ്. ചിലെങ്കിലും ധരിച്ചിട്ടുണ്ട് ഈ സൗദി അറേബ്യയിലുമൊക്കെ ബൈബിളും കൊണ്ടുപോയാൽ നമ്മളെ പിടിക്കും, ആരാധന നടത്തിയ കൊല്ലും, തൂക്കിലേറ്റും. പള്ളി അവിടെ ഇല്ല, വെറുതെ പറയുന്നു. അവിടെ അല്ല കുരിശ് വെച്ച പള്ളി, അവിടെ വല്ല ഉച്ചത്തിൽ പാട്ട്, മൈക്ക് വെച്ചുള്ള യോഗമെല്ലാം ഉണ്ട്. നമുക്കല്ല, സായിപ്പിന്. മനസ്സിലായോ? അവനെ തോട്ട കളിയങ്ങ് മാറും. എന്നെ ബുദ്ധിമുട്ട്. എല്ലാവരും ഒരുപോലെ വേണ്ടേ? പാവപ്പെട്ട നമുക്ക് നേരെ ആക്രമണമുണ്ട്. പക്ഷേ മദാമ അതിലെ പറതൊന്നും ഇട്ടല്ല, കുഞ്ഞുടുപ്പിട്ട് തന്നെ നടക്കുന്നത്. തൊടുകയില്ല, കളി മാറും. അവിടെയുണ്ട്. അങ്ങ് ഇറാഖിലുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും, ഇവിടെ ഇറാഖിൽ നിന്നൊക്കെ ഇവർ പോയില്ലേ? കഴിഞ്ഞിടയ്ക്കല്ലേ അവരങ്ങോട്ട് മാർച്ച് ചെയ്ത് പോന്നേ. പോയി എന്നാരോടെ പറയുക? ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്ന ഇറാഖിലാണ്. അവിടുത്തെ സ്റ്റാഫിൻ്റെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 35,000 സ്റ്റാഫുള്ള ഒരു എന്താ പറയുക കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് 35,000 വോട്ടർമാരുള്ള പഞ്ചായത്തുണ്ട് അവിടെ.
ഒരു ബദൽ രാജ്യമുണ്ടാക്കി വച്ചിരിക്കുക അവിടെ. മനസ്സിലായോ? ഇതിന് അറബ് രാജ്യങ്ങൾക്ക് അമർഷമുണ്ട്, ഇവൻ പോകാത്തോണ്ട്. പക്ഷേ ഇവനെ വിട്ടാൽ കളി മാറും, മറ്റവൻ കയറി അടിക്കും. ഐസിസ് അടിക്കാൻ വരുന്നു, അൽ-ഖ്വായിദ വരുന്നു. പണ്ട് അമേരിക്കക്കെതിരെ ഏറ്റവും അധികം ശക്തമായി ഏർപ്പെട്ടിരുന്ന അൽ-ഖ്വായിദ ഇപ്പോൾ അമേരിക്കയായിട്ട് വലിയ ലോകത്തിലാണ് പോകുന്നത്. ഇതാ വരുന്നു അൽ-ഖ്വായിദ. അപ്പോഴൊക്കെ നേരിടുന്ന ആരാ? അമേരിക്ക. ദൈവൻ അടിക്കാൻ വരുന്നു കൊച്ചു പിള്ളേർ പറയുമ്പോൾ വലിയൊരാൾ ഇല്ലെന്ന പോലാണ് അൽ-ഖ്വായിദയുടെ സാന്നിധ്യം, അമേരിക്കയുടെ സാന്നിധ്യം. വിളറി. പക്ഷെ അടിച്ചൊതുക്കിയ ഏത് സമാധാനവും അല്പം കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും, സഹിക്കാൻ പറ്റാ വരുമ്പോൾ. അങ്ങനെയാണ് തെളിവ്. ഈ കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറയും മിണ്ടരുത്, ചിരിക്കരുത്, ഓടരുത്, കളിക്കരുത്, മിണ്ടാരിടാ. കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ നമ്മളിരുന്ന പോലെ. പക്ഷെ 4 മണിക്കൊരു ബെല്ല് മുഴങ്ങുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഒറ്റ കൂവിച്ച. എല്ലാ സ്കൂളും പിരിയുന്നത് എങ്ങനെയാണ്? കൂവിന്ന് പറഞ്ഞാൽ ആരെയാണെന്നൊരു പിടിയില്ല. ആ ടീച്ചറിനെ, അവൻ്റെ അപ്പനെ, അവൻ്റെ അമ്മയെ, ഭരണവകുപ്പിനെ, വിദ്യാഭ്യാസ വകുപ്പിനെ, ഈ വ്യവസ്ഥയെ, പുസ്തകങ്ങളെ, അവനെ ഇങ്ങനെയിട്ട് പീഡിപ്പിച്ച വ്യവസ്ഥകളെല്ലാം മുഖത്ത് നോക്കി കൊച്ചനൊരു കൂവിച്ച. വലിയ അർത്ഥമുള്ള കൂവിച്ച. മനസ്സിലായില്ലേ? അത് നമുക്ക് മനസ്സിലാഞ്ഞ മന്ത്രിയാ കൂവിയത്. എന്നെക്കൊണ്ട് ഇവിടെ ഇരുത്തതിൻ്റെ പരിഭവം എല്ലാം കൂടെ അവൻ കൂവി തീർക്കുക. ഇതിൻ്റെ എല്ലാം കൂടി ബഹളം എവിടെയാണ് തീർക്കുന്നത്? നേരെ വീട്ടിലോട്ട് വന്നു. അതെടുക്കുന്നു, ഇതെടുക്കുന്നു, ചാടുന്നു, മറിയുന്നു. നമ്മൾ നിയന്ത്രിച്ച് അവൻ നീക്കിയല്ല. അവന് കിട്ടാത്ത സ്വാതന്ത്ര്യം അവനങ്ങ് പെരുമാറുകല്ലേ. ഇതുപോലെ ഭീകരവാദം അടിച്ചൊതുക്കിക്കഴിയുമ്പോൾ, അണപൊട്ടി പുറത്തു വരുമ്പോൾ, ഭൂമിയുടെ 1/4 മനുഷ്യനെ കൊന്നുകളവാൻ അവൻ അവകാശം ലഭിച്ചു. ലോകമിത്രയും പ്രശ്നകലുഷിത രാഷ്ട്രീയ മണ്ഡലത്തിൽ കൂടി കടന്നു പോകുന്നതിനെ നമ്മെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുത. ഇങ്ങനെ പോകുന്ന ലോകം, ഈ മുദ്രകൾ പിന്നെയുമുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. 4 കുതിരകൾ യേശുവിൻ്റെ പുനരാഗമനത്തിനു മുമ്പ് ലോകം ഒരുങ്ങി കാത്തിരിക്കുന്ന 4 ലോകൈക ശക്തികളുടെ പ്രതീകങ്ങളാണ്. ഇവ നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം ഇതുപോലൊരു ഘട്ടത്തിലാണ് നമ്മുടെ കർത്താവ് ജഡം ധരിച്ചു ഭൂമിയിൽ വന്നതെങ്കിൽ ഇനി അവൻ തേജോരൂപിയായി പ്രത്യക്ഷപ്പെടാൻ കാലം സമാഗതമായിരിക്കുന്നു. അതിനുവേണ്ടി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഒരുങ്ങുന്ന ജീവിതത്തിൻ്റെ സായന്തനത്തിൽ ഇന്ന് രാത്രി തിരുവെഴുത്ത് കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരു അറിയുക, കാലമിതാ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരളവ് കൂടി നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. നാം നമ്മുടെ ക്രിസ്തുവോട് ചേർന്ന് ഏറ്റവും അടുത്ത് വസിക്കാൻ കഴിയും വിധം കാലം വല്ലാത്തൊരവസ്ഥാവിശേഷത്തിലേക്ക് പരുവപ്പെട്ടിരിക്കുന്നു. 4 വിധ ശക്തികൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് 5-6 മുദ്രകളുണ്ട്. 5-6 മുദ്രകളിൽ 5-ാം മുദ്രയെക്കുറിച്ച് പറയുന്നു. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. ദൈവവചന നിമിത്തം, യേശുവിന്റെ സാക്ഷ്യ നിമിത്തം മരിച്ചവരെ, കൊന്നുകളഞ്ഞവരെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഞങ്ങളുടെ പ്രാണന് നീ എത്രത്തോളം പ്രതികാരം ചെയ്യാതിരിക്കും? മറുപടി, നിന്നെപ്പോലെ ചിലർ കൂടി ഇവിടെ വന്ന് ശേഷിക്കാറുണ്ട്, അതുവരെ കാത്തിരിക്കുക. ഹല്ലേലൂയ. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാട്ടുകൊണ്ട് കുലുങ്ങിയിട്ട് കായികനികൾ താഴെ വീഴും പോലെ ആകാശമണ്ഡലം മുഴുവൻ അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് താളം തെറ്റി. നക്ഷത്രങ്ങൾ ചിതറി, അന്തരീക്ഷം മാറി. ഭൗമമണ്ഡലം, അന്തരീക്ഷമണ്ഡലം, രാഷ്ട്രീയ മണ്ഡലം എല്ലാം ഒരുപോലെ പ്രശ്നകലുഷിതമാകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഭക്തൻ ഭയപ്പെട്ടിരിക്കുകയല്ല. ഇതാ ഈറ്റുനോവിൻ്റെ ആരംഭം ഒരു കാര്യം വ്യക്തമാക്കുന്നു: യേശു വരാറായി. ഈ 3 രാത്രികളിൽ നടന്ന യോഗവും നാളെ കേൾക്കാനിരിക്കുന്ന സന്ദേശവും മഹാനായ ക്രിസ്തുവിന്റെ ഇഹലോകത്തിലേക്കുള്ള വരവിന്റെ കാൽപ്പര്യമാറ്റത്തിന്റെ സൂചനയെങ്കിൽ രാജാതിരാജാവും കർത്താതി കർത്താവുമായവനെ എതിരേൽക്കാൻ കഴിയും വിധം ഓരോ ജനഹൃദയങ്ങളും ഒരുങ്ങേണ്ട കാലമിതാ അതിക്രമിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ സാരാംശം. നടുവിൽ ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാൻ ബാധ്യസ്ഥനാകുന്നു. സഹോദരേ, ലോകമൊരുങ്ങുന്ന കൂടെ അറിയാതെ മറ്റൊരൊരുക്കം നടക്കുന്നു. ശാന്തഗംഭീരമായ ഒരൊരുക്കം. അത്
യേശുവിൻ്റെ കാന്തയായ തിരുസഭയുടെ ഒരുക്കമാണ്. നമ്മുടെ പോയിൻറ്റും അതുതന്നെയാണ്, ശ്രദ്ധിക്കണം. അത് പറഞ്ഞാൽ ഈ ചിന്ത ഏകദേശം ക്രോഡീകരിച്ച് നമുക്ക് പിരിയാം. ശ്രദ്ധിക്കണേ. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന യേശുവിൻ്റെ തിരുസഭയ്ക്കിട്ട പേരാണ് കാന്ത. അത് ഏകവചനമാണ്. കന്യക അത് ഏകവചനമാണ്. മത്തായി സുവിശേഷം 25 കാണുന്ന കന്യകമാർ സഭയല്ല. മനസ്സിലായോ? കന്യകമാരെങ്ങനെ സഭയാകുന്ന? കന്യകമാരും ഒരു മണവാളനും കൂടെ നോക്കൂ. 10 കന്യകമാർ, 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയുള്ളവരെന്ത് ചെയ്തു? മണവാളൻ വന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പോയി. ബുദ്ധിയില്ലാത്തവരെന്ത് ചെയ്തു? സഭാധികാരിക്കെതിരെ പരാതിയും കൊടുത്ത് സമരമൊക്കെ ആയിട്ട് അവരതിൻ്റെ വഴിക്കൂടെ പോയി. വല്ല നീക്കമോ നടന്നു ചോദിച്ചാൽ ഇല്ല. ബുദ്ധിയില്ലാത്തവർക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലായില്ലേ? പ്രായോഗിക ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനൊന്നും അല്ലായിരുന്നു. പോട്ടെ. അപ്പോൾ 10 കന്യകമാർ. ആ 10 കന്യകമാർ ചർച്ചല്ല. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധയോടിരിക്കണം. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുസഭ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അവസ്ഥയിലാണ്. ആ വിവാഹം ഒരു കേരളീയ വിവാഹമല്ല, തിരുവനന്തപുരം വിവാഹമൊന്നുമല്ല. കാരണം ഈ തിരുവനന്തപുരം വിവാഹം, തിരുവനന്തപുരം വിവാഹത്തോട് ഏതാണ്ട് യോജിപ്പുണ്ട്. കാരണം പെൺകുട്ടിയുടെ വീട്ടിലാണ് കല്യാണം. ധൈര്യമായിട്ടിരുന്നോ നിങ്ങളിവിടെ? അപ്പോൾ അങ്ങോട്ടുള്ള മധുരതാങ്കൂർ കല്യാണം പോലെയല്ല ക്രിസ്തുവിൻ്റെ കാന്തയുടെ കല്യാണവും നിങ്ങളുടെ കല്യാണവും തമ്മിൽ ഒക്കും. ശ്രദ്ധിച്ചു പറയാം. ചിലത് ഒക്കൂല. ഒക്കാത്തത് നിങ്ങൾ ക്ഷമിക്കുക. അതിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു യഹൂദ വിവാഹ സംസ്കാരം ഞാൻ ബോധ്യപ്പെടുത്താം. ചാർച്ചയിൽപ്പെട്ടൊരു പെൺകുട്ടിയെ വേണം ഒരു യഹൂദ ബാലൻ വിവാഹം കഴിക്കാൻ. യുവാവ് പഠനം കഴിഞ്ഞ് ന്യായപ്രമാണമൊക്കെ പഠിച്ച് 12-13 വയസ്സാകുമ്പോഴേക്കും പയ്യൻ്റെ കല്യാണ നിശ്ചയം. എത്ര വയസ്സിലാണ്? 13 വയസ്സിൽ. പണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. സ്കോപ്പുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മക്കളെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നമ്മൾ യഹൂദ വിവാഹവും തിരുവനന്തപുരം വിവാഹവും കൂടെ ഒന്നാക്കാൻ പോവാണ്. ശ്രദ്ധിച്ചാട്ട്. 13 വയസ്സുള്ള ആ കുട്ടി വിവാഹ നിശ്ചയം ചെയ്യുന്ന പെണ്ണിൻ്റെ പ്രായം കേൾക്കണം. 9-10 ഒക്കെ വയസ്സ് കാണും. കൊച്ചു പെണ്ണ്. ഈ നിശ്ചയം നടക്കുന്നതിൻ്റെ അന്ന് വരൻ ഒരു മോതിരം അവളെ അണിയിക്കും. മോതിരം അണിയിക്കുമെന്ന് മാത്രമല്ല, ഒപ്പം ചിത്രത്തയ്യലുള്ള ഒരു വിശേഷപ്പെട്ട ശിരോവസ്ത്രം ആ തലയിൽ അണിയിക്കും. ഇത് രണ്ടും കണ്ടാൽ ഓർത്തുകൊള്ളണം, നിശ്ചയം കഴിഞ്ഞ പെണ്ണാണ്. കൂടാതെ വധൂഗൃഹം ആവശ്യപ്പെട്ടതുപോലെ പ്രാപ്തി പോലെ സമ്പത്തും, ഒപ്പം വരൻ്റെ താല്പര്യാർത്ഥം വിലപിടിപ്പുള്ള ചില കോയിൻസും ബ്രഹ്മപ്പണം അവൾക്ക് വേറെ കൊടുക്കണം. മനസ്സിലായോ? പെണ്ണിൻ്റെ അല്പം കാശ് കൊടുക്കണമെന്ന്. അതാണ് ഒരു ബ്രഹ്മ കാണാതെ പോയ സ്ത്രീ നേരം വെളുക്കുന്നത് വരെ വീട് മുഴുവൻ അടിച്ചു നോക്കാൻ കാരണം എന്താ? മണവാളം വരുമ്പോൾ കൊടുത്ത പൈസ കൈ കാണണം. അതുകൊണ്ടല്ലേ കാശ് പോട്ടെന്ന് വെച്ചാൽ മതി. ഇതേ നാണയം കാണണം. ഇത്രയും കൈ വേണം. പെണ്ണിന് അങ്ങോട്ട് പണം കൊടുക്കണം. അതാണ് അവിടുത്തെ രീതി. അത് ഇവിടെയൊക്കെ വരാൻ ഞാൻ നന്നായി. കാരണം എന്നെപ്പോലുള്ളവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എത്ര ലോൺ എടുക്കേണ്ടി വന്നേനെ. ഏലിശാപ്പാഷകാരി എനിക്കറിയില്ല. പെണ്ണ് അങ്ങോട്ട് പണം കൊടുക്കണം, സ്ത്രീധനം. അതാണ് യഹൂദ രീതി. ചുരുക്കത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടു, വിവാഹം നിശ്ചയിച്ചു, ശിരോവസ്ത്രം അണിയിച്ചു, അന്നത്തെ ഡിന്നർ കഴിഞ്ഞു, ഒരൊറ്റ പോക്കാണ് വരൻ. എന്നാണ് കല്യാണമെന്ന് വരനും അറിയില്ല, വധുവിനും അറിയില്ല, വധുവിൻ്റെ വീട്ടുകാർക്കും അറിയില്ല. അത് മുഴുവൻ തീരുമാനിക്കുന്നത് കാന്തൻ്റെ പിതാവാണ്. പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ളൊരു ദിവസമാണ് ആ കല്യാണം.
ഇതാ യേശു കർത്താവ് പറഞ്ഞ ആ നാളും നാഴികയെ സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനും അറിയുന്നില്ല. യേശു സർവജ്ഞാനി അല്ലഞ്ഞിട്ടല്ല, നാട്ടു നടപ്പ് കേട്ടപ്പോഴേ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഉദ്ദേശിച്ചത് എന്താണ്. മനസ്സിലായോ? പിതാവ് തീരുമാനിക്കും. പിന്നൊരു വ്യത്യാസം, എന്ന് നിശ്ചയം കഴിഞ്ഞു അന്നു മുതൽ ആ പെൺകുട്ടിയെ അവൻ കരുതേണ്ടത് ഭാര്യയായിട്ടാണ്. ഭാര്യയെന്നേ വിളിക്കാവൂ. വിളിക്കാൻ അവർ കാണുന്നൊന്നുമില്ല, പക്ഷെ പറയുമ്പോൾ എൻ്റെ ഭാര്യ എന്നേ പറയാവൂ. ഇല്ല, എനിക്ക് പറഞ്ഞു വെച്ച പെണ്ണെന്നല്ല, എൻ്റെ ഭാര്യ. തിരിച്ചവൻ പറയണം, അവൾ പറയണം എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയതമൻ. അത് സ്വകാര്യ സംഭാഷണത്തിലോ വീട്ടിലോ എത്രയാവർത്തി പറയുന്നതും ഒരു നാണക്കേടല്ലെന്ന് മാത്രമല്ല, അത് പറയുന്നത് പെൺകുട്ടിയുടെ കാന്തനോടുള്ള സ്നേഹമായി കരുതും. വിശ്വസ്തതയുടെ ബാക്കി പത്രമാണത്. വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവവൈതലും ഈ കാന്തനെക്കുറിച്ച് അനുനിമിഷം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അത് നിൻ്റെ വിശുദ്ധി വർദ്ധിപ്പിക്കും, അത് നിൻ്റെ പ്രാഗൽഭ്യം വർദ്ധിപ്പിക്കും. നാട്ടുകാർ നിശ്ചയം കഴിഞ്ഞ ഈ പെൺകുട്ടിക്കിടുന്ന പേര് രാജ്ഞി അഥവാ രാജകുമാരി. നിശ്ചയം കഴിഞ്ഞ ഈ പുരുഷനെ നാട്ടുകാർ വിളിക്കും രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ. മാത്രമല്ല, എന്താ ഈ കല്യാണത്തിന് താമസം? താമസം കേട്ടോ. എന്ന് നിശ്ചയം കഴിഞ്ഞുവോ അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഏത് ഘട്ടത്തിലും കല്യാണം നടക്കാം. കാന്തൻ്റെ പിതാവ് തീരുമാനിക്കുന്ന ദിവസം നമുക്ക് കാന്തൻ്റെ പിതാവിനോട് ചോദിക്കുക, എന്താ ഈ താമസം? പറയും. നാട്ടു നടപ്പനുസരിച്ച് ഈ കാന്തൻ തനിക്കും തൻ്റെ കാന്തയ്ക്കും ഒരുമിച്ച് പാർക്കാൻ ഒരു ഭവനമുണ്ടാക്കണം, ഒരു വീട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. പണി പൂർത്തീകരിച്ചാൽ ഉടൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ഇനി ഭവനമൊരുക്കാൻ അങ്ങനെ പണമില്ലാത്ത ആൾ ഭവനം ഒരുക്കണ്ട, ഉള്ള ഭവനത്തോട് ചേർത്ത് മാന്യമായൊരു മുറി ഉണ്ടാക്കണം. ആ മുറി വാസയോഗ്യമാണെന്ന് അപ്പനും ബോധ്യപ്പെടണം, പട്ടണ മേനവന്മാർക്ക് ബോധ്യപ്പെടണം. അത്രയും ഉറപ്പിച്ചെങ്കിലേ കല്യാണമുള്ളൂ. അല്ല, കല്യാണം കഴിക്കാനായിട്ട് പെട്ടെന്ന് ഒരു മുറിയാണെന്നും പറഞ്ഞു കണ്ട ലോണെല്ലാം മേടിച്ച് ഏതാണ്ടെല്ലാം കാണിച്ചു വെച്ചാൽ ഇസ്രയേലിൽ കല്യാണം നടക്കില്ല. ഈ വീട് പണിക്ക് മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. കേട്ടല്ലോ? ഈ പെൺകുട്ടിയെ സൂക്ഷിക്കേണ്ടതൊന്നും വീട്ടുകാർ ഉത്തരവാദിത്വമല്ല. കാന്തൻ താമസിക്കുന്നതിനനുസരിച്ച് വീട്ടുകാർ അവളോട് ചോദിക്കും, എന്താ നിൻ്റെ കാന്തന് പറ്റി? അവൾക്കങ്ങ് ആകാംക്ഷ, ഉത്കണ്ഠ. തന്നെ വീണ്ടെടുക്കാൻ കാന്തൻ എന്താ വരാത്തത്? ഒരുതരം പരിഭവം. അത് നോക്കി നമ്മൾ പാടുന്നത്, കൂകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിന്നിണ വരാറായി. നമ്മെ സ്വീകരിക്കാൻ അങ്ങനെ കാത്തിരിക്കുന്ന കാന്തൻ്റെ ശബ്ദം കേൾക്കാനിരിക്കെ വീടും പരിസരവും ഒക്കെ ചോദിക്കും, എന്തു പറ്റി നിന്റെ കാന്തന്, എന്താ വരാത്തത്? വീട് പണി തീർന്നാൽ അവൻ വന്ന് നമ്മളെ ചേർക്കും. അതിലേക്ക് വരാം. എന്നാൽ ഈ പയ്യനങ്ങനെ കാശുണ്ടാക്കുന്നത്, 13 വയസ്സുള്ള ചെറുക്കൻ വീട് പണിയാൻ നോക്കി നോക്കുമോ? പണിത അത് വീടാകുമോ? കുട്ടിയും കോലും നല്ല കളിച്ച് കിടക്കേണ്ട പ്രായത്തിൽ വീട് പണിയാൻ നോക്കുമോ? പറ്റും. എങ്ങനെ പണം? പറയാം. നിശ്ചയം കഴിഞ്ഞ ഈ ചെറുപ്പക്കാരൻ തൻ്റെ വീടിൻ്റെ മുമ്പിൽ അത്തിവൃക്ഷങ്ങളും ഒലിവുമരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കും. അതുണ്ടാകും അവിടെ. വീടിന് അഭിമുഖമായി നടന്നു പോകുന്ന വഴിയാത്രക്കാരെ കണ്ടിട്ട് പറയും, യജമാനനേ ഇത് വഴി വാ. അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ പറയും, അല്പം വെള്ളം കുടിച്ചാട്ടെ, അല്പം ആഹാരം കഴിച്ചാട്ടെ. അട കൊടുത്ത്, മുന്തിരി അട കൊടുത്ത്, വൈൻ കൊടുത്ത്, അത്തിപ്പഴം കൊടുത്ത്, കാലും കൈയുമൊക്കെ കഴുകി ശുദ്ധീകരിക്കാൻ വെള്ളം കൊടുത്ത്, നടപ്പാതയിലൂടെ കടന്നു പോകുന്നവരെ കണ്ട് അവനിങ്ങനെ ശുശ്രൂഷിക്കും. ശുശ്രൂഷ കഴിയുമ്പോൾ ഈ വരുന്ന മനുഷ്യൻ ചോദിക്കും, വാസ്തവത്തിൽ നീ ഒരു രാജകുമാരനാണോ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? നിശ്ചയം കഴിഞ്ഞ പയ്യനാണോ? അവൻ പറയും, അതെ. ആരാണ് ആ ഭാഗ്യവതിയായ പെൺകുട്ടി? പേര് പറയും, അപ്പൻ്റെ പേരുമൊക്കെ പറയുമ്പോൾ പറയും, യഹോവയാൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ.
അവർ ഇത്രയും സന്തോഷത്തിൻ്റെ ഭാഗമായി ഈ വരനെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പ്രാപ്തി പോലൊരു തുക ഇവൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അവൻ ആ തുക കയ്യിലേക്ക് വാങ്ങി അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അമ്മയുടെ വിവരം പറയുമ്പോൾ അമ്മ പറയും, നിന്നെ കാത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നു, അവൾക്ക് ഭവനം പണിയണം, അപ്പൻ്റെ കയ്യിൽ കൊടുക്ക്. നമ്മുടെ പയ്യനും വീട്ടുകാരും വിരുന്നുകാരും ഒക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടെങ്കിലും അവൻ അന്നേരം ഓടി പിടകാലിട്ടടിച്ച് മറിഞ്ഞ് വീണ് റീചാർജ് ചെയ്യാൻ ഓടുക. എന്നിട്ട് ഈ സാധനം വെച്ച് ചുണ്ണാമ്പ് തൂക്കുന്ന പോലെ യോഗത്തിലിരുന്ന് തൂത്ത് അവൾ നേരം കളയുക. ഒരു യഹൂദ വിദ്യാർത്ഥി, യഹൂദ ബാലൻ പണം കൈകാര്യം ചെയ്യാൻ പഠിച്ച പ്രായം പിടികിട്ടിയോ? വയസ്സ് 13. മനസ്സിലായോ? അങ്ങനെ ധനം ശേഖരിച്ച് അവനെത്ര ശേഖരിക്കുന്നുവോ 10 മടങ്ങ് അപ്പനും ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടുപേരും ചേർന്ന് സമ്പത്തുണ്ടാക്കി വീട് പണിയും. ഇനി പെണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ല. ഈ പെൺകുട്ടി പൊതുജന സമക്ഷം പോകുമ്പോഴല്ല ശിരസിൽ കാന്തനണിയിച്ച വസ്ത്രം ധരിക്കണം, ശിരോവസ്ത്രം ധരിക്കണം, മോതിരമണിഞ്ഞ് പുറത്തു പോകാവൂ. കാന്തരൻ്റെ പേര് ആലേഖനം ചെയ്ത മുദ്രമോതിരമണിഞ്ഞ് അവൾ പുറത്തു പോകാവൂ. ശിരോവസ്ത്രമണിഞ്ഞ പെൺകുട്ടിയെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, ആരാ? രാജ്ഞി അല്ലെങ്കിൽ ഒരുവൻ്റെ കാന്ത. ഇവള് ശിരോവസ്ത്രം അണിയാതെ കൺവെൻഷനും കല്യാണത്തിനൊക്കെ പോയാൽ ചില അമ്മച്ചിമാർ കണ്ടിട്ട് പറയും, നമ്മുടെ വിൽഫ്രെഡിനൊന്ന് ആലോചിച്ചാലോ. വിൽഫ്രെഡ് കുറച്ച് നേരമായിട്ട് അതിലിങ്ങനെ ട്യൂൺ ചെയ്ത് നടക്കുന്നുണ്ട്, സെൽഫി എടുത്ത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങനെ ഓടിക്കതച്ച് അതുവഴി നടക്കുന്നുണ്ട്. വിൽഫ്രെഡേ, ശിരോവസ്ത്രം ധരിച്ചവളെ നോക്കരുത്, കളി മാറും. അവിടെ മക്കളെ, ശിരോവസ്ത്രം ധരിച്ചു അല്ലേ വിൽഫ്രെഡ് കൊണ്ടുപോകും, അതാ വിഷയം. അവനിങ്ങനെ നോക്കി നടക്കുക. കുറച്ച് നേരമായിട്ട് വല്ല വകുപ്പ് കൊണ്ടോ, ഇനി ആരുണ്ടെന്ന് അലറുന്ന സിംഹം പോലെ നടക്കുക. മനസ്സിലായ കഥ? അപ്പോൾ ഇതാ ഈ പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കണം. തന്നെയല്ല, എല്ലാ പ്രഭാതത്തിലും വീട്ടുകാരെ ഉണർന്നിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചുണർത്തി ദൈവത്തിന് നന്ദി കരറ്റിക്കഴിഞ്ഞ് ചിത്രത്തയ്യലുള്ളൊരു വിശേഷ അങ്കിയെടുത്തവളെ കാട്ടിയിട്ട് പറയും, ഇത് നിന്നെ അണിയിക്കുന്ന ദിവസം ഇന്നാകും. രാത്രിയിൽ അവിടെ കല്യാണം. ഇന്ന് രാത്രി നിന്റെ കാന്തൻ വരില്ലെന്ന് അരി കണ്ടു. നിനയാത്ത നിമിഷത്തിൽ അവനിഞ്ഞു വരും, അതുകൊണ്ട് ഉണർന്നിരിക്കാൻ. അവൾ ഉടനെ കുളിച്ച് ശുദ്ധയായി ദിനകൃത്യങ്ങളൊക്കെ ചെയ്ത് മുടി കൂതി ഒതുക്കി കയ്യിലെ നഖം മുറിച്ച് കാലൊക്കെ വൃത്തിയാക്കി അവിടെ ഇരിക്കും. ഇപ്പോൾ യഹൂദ പെൺകുട്ടി ശരീരശുദ്ധി വരുത്തി സ്വയം ഒരുങ്ങാൻ പഠിക്കുന്ന പ്രായം പിടികിട്ടിയ 9-10 വയസ്സ്. ഈ കാന്തന് വേണ്ടി അവളാ ഒരുങ്ങുന്നതല്ല. നമ്മുടെ പെൺപിള്ളേർ സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ആഴ്ചയിലല്ലേ കുഞ്ഞെ ശരിക്കൊന്ന് കുളിക്കും തന്നെ. മറ്റേ മുടിയുടെ ഭംഗി വരുത്താൻ വേണ്ടി തല കുളിക്കാതെ അങ്ങ് പോവുക കോളേജിൽ. മുഖമൊക്കെ നല്ല ഭംഗിക്ക് വെക്കും. എനിക്ക് ആ കാര്യത്തിൽ എതിർപ്പില്ല, അങ്ങനെ തന്നെയാണ് നിങ്ങൾ വന്നേക്കുന്നത്. പക്ഷേ ആ കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മഞ്ചട്ടിപ്പാമ്പ് തല്ലുകൊണ്ട് കിടക്കുന്ന പോലെ പെരുവരൽ നഖമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പരിധി. കുഴിനകം പിടിച്ച് അങ്ങനെ നടക്കുക. എന്നിട്ട് ഇതുപോലുള്ള പ്രാർത്ഥനാ യോഗങ്ങളിൽ ചെന്നപ്പോൾ അമ്മച്ചി പറയുക, പോയി പ്രാർത്ഥിക്കടിയെന്ന്. എന്തിനാ? കാല് തേച്ച് കുളിച്ചാൽ മതി. മനസ്സിലാവുന്നോ കാര്യങ്ങളുടെ കിടപ്പ്? യഹൂദ പെൺകുട്ടികൾ ചെറുപ്പം മുതൽ ശരീരശുദ്ധി, ജീവിതശുദ്ധി. മൂന്നാമത്തെ പറയാം, അവളൊരുങ്ങിയിരുന്നാൽ പോരാ മകളെ, കാന്തനെ സ്വീകരിക്കാൻ പാകത്തിന് വീടും ശുചിയാക്കണം. അപ്പം മുറികൾ വൃത്തിയാക്കണം, അലങ്കരിച്ചൊരുക്കിയിരിക്കണം, ഉള്ള ഭക്ഷണം ഡെക്കറേറ്റ് ചെയ്ത് വച്ചിരിക്കണം. കാന്തൻ ഒറ്റയ്ക്കല്ല വരുന്നത്, പിതാവും പരിവാരങ്ങളുമൊക്കെ കണ്ടേക്കാം. വലിയ പ്രതീക്ഷ. ഓരോ രാവും അവൾ കാന്തനെ പ്രതീക്ഷിക്കും. പക്ഷേ കാന്തൻ ഒരു ദിവസം വരുമ്പോൾ അവൾ കൂട്ടുകാരോടെല്ലാം വിളിച്ചു പറയും, കാന്തൻ എന്ന് വരും. അതിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കാം. അകത്തൊരു ഉണർവ്. അവളുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ചെന്ന്
ഒരുമിച്ച് വിശേഷപ്പെട്ട ദണ്ടുകളുള്ള നിലവിളക്ക് കയ്യിലെന്തിക്കൊണ്ട് ഒരുമിച്ചു കാന്തനെ എതിരേൽക്കാൻ ഇങ്ങോട്ട് വരും. അതാ 10 കന്യമാർ. മനസ്സിലായോ? അല്ല കാന്തയല്ലേ, കാന്തയുടെ കൂടെ വരുന്നവരാണ് കന്യകമാർ. പിടികിട്ടിയോ? തെറ്റിക്കല്ല്. കാന്തൻ ഏകവചനവും കന്യകമാർ ബഹുവചനവും വന്നുകൊണ്ടാണ് അടുത്ത തെളിവ്. പോട്ടെ, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഒരു പ്രശ്നം, ഒരു നേരിയ പ്രശ്നം. ഈ കല്യാണം നടക്കാതിരിക്കാനൊരു ചെറിയ ചാൻസ് ഉണ്ട്. എന്താ കാര്യം? കാന്തൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി റെഡിയായി ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ ഒരുമ്പിടുമ്പോൾ കാന്ത അങ്ങനെ കളിച്ചും ചിരിച്ചും മാങ്ങാച്ചാറിട്ടും നാരങ്ങാച്ചാറിട്ടും ഒക്കെ കൂട്ടുകാരോട് കളിച്ച് ആ വഴിക്ക് പോയി. അവൻ പോകുന്ന വഴിക്ക് മറ്റോ നിൽക്കുക. ആരാ? വിൽഫ്രഡ്. അവനങ്ങടിച്ചുകൊണ്ട് പോയെന്ന് കുട്ടിക്കോ? എന്തൊരു നാണക്കേടാ. അതൊരു മോശം കാര്യമല്ലേ? നിശ്ചയം ഉറപ്പിച്ച പെണ്ണിനെ കൊണ്ട് അവൻ പോയാൽ മോശമാണ്. വീട്ടുകാർക്കല്ല ഉത്തരവാദിത്വം. പരാതിപ്പെട്ട് കാന്തൻ വരുമ്പോൾ പറയും, നീ എന്തേ നിൻ്റെ പെണ്ണിനെ കൊണ്ടുപോഞ്ഞേ? ഞങ്ങൾക്ക് നോക്കിയിരിക്കാനൊക്കോ? നീ എന്താ ലേറ്റായത്? നിനക്കാ ഉത്തരവാദിത്വം. അതൊരു പുരുഷൻ്റെ കഴിവുകേടായി കാണും ലോകം, യഹൂദൻ. അതിനാ ദൂതൻ വന്നിട്ട് പറയുന്നില്ല, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ടെന്ന്. വിവാഹം നിശ്ചയം ചെയ്ത പെണ്ണെന്നല്ല പറയുന്നത്, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ട. കാന്തനാണ് ഈ പ്രശ്നം വരാതിരിക്കാൻ വിവേകമതിയായ അപ്പൻ, കാന്തൻ്റെ പിതാവ്, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ നിരീക്ഷിക്കാൻ, അവളുടെ ചലനങ്ങൾ പോലും കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ചാർച്ചയിൽപ്പെട്ടൊരു കാര്യസ്ഥനെയാക്കിയിട്ടാണ് പോയിരുന്നത്. പക്ഷെ കാര്യസ്ഥൻ ഇതുവരെ പെണ്ണിൻ്റെ മുമ്പിൽ ചെന്നിട്ടില്ല. പക്ഷെ കാര്യസ്ഥൻ പെൺകുട്ടിയെ എന്നും കാണാറുണ്ട്. എന്നും കണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ട നിർദ്ദേശം ആരിലെങ്കിലും കൂടെ അവളിൽ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് കാന്തനെ കാണുമ്പോൾ കാര്യസ്ഥൻ പറയും, കുഴപ്പമൊന്നുമില്ല, പാവം കുട്ടിയാണ്. ഞാനല്ലേ പറഞ്ഞത്, അവൾ കളിച്ചും ചിരിച്ചും ഒക്കെ പോകും, പക്ഷെ ആൾ പാവ, നല്ല കുഞ്ഞാണ്, ഞാനാണ് അവളെ ഒരുക്കുന്നത്, പേടിക്കണ്ട. കാന്തൻ്റെ അഭാവത്തിൽ നമുക്കിന്നൊരു കാര്യസ്ഥനുണ്ട്, പരിശുദ്ധാത്മാവ്. അവൻ നമ്മെ ഒരുക്കുമെന്ന് മാത്രമല്ല, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തി തെറ്റും ശരിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തിരുസഭ ഒരുങ്ങട്ടെ, ഒരു കാര്യസ്ഥനുണ്ട് നമ്മുടെ കൂടെ. ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. പോയി കഴിഞ്ഞാൽ ഈ കാര്യസ്ഥൻ ഇനി വരും, സകല സത്യത്തിലും വഴി നടത്താൻ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ പരിശോധനയുടെയും വിശകലനത്തിൻ്റെ ഒടുവിൽ കാര്യസ്ഥനും അടുത്തൊന്ന് കൂട്ടിക്കോ, ചില പെണ്ണിനെ കൊണ്ട്. കാര്യസ്ഥൻ പറയുക, ഇനി നീ ഇങ്ങോട്ട് വരണ്ട, ആ വിഷയം വിടാൻ പറഞ്ഞാൽ നിരുപാധികമായി കാന്തൻ ഇത് വേണ്ടെന്ന് വെക്കും. ചെറിയൊരു സാധ്യതയാണ്. ഇതാ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല, ഗുരുതര പാപമായി അത് ഭവിക്കും. രക്ഷാനുഭവമുള്ള ദൈവവൈതങ്ങൾ ക്രിസ്തുവെന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കൊണ്ട് ലോകമൊരുങ്ങുന്നതിന് സമാന്തരമായി വെടിപ്പും നിർമ്മല്യമുള്ള കന്യകയായി വാട്ടമില്ലാത്തവളായി തന്റെ തിരുസഭയെ ഒരുക്കാൻ ദൈവത്താലയക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കെ ഒരു സംഭവം ഉണ്ടാകും. അർദ്ധരാത്രി നിനയാത്ത നിമിഷത്തിൽ കാന്തനിഞ്ഞു വരും. കാന്തൻ വരുമ്പോൾ മണവാളൻ മണവറ വിട്ട് മണവാട്ടി ഉള്ളറ വിട്ട് പുറത്തു വരും. അങ്ങനെ രാജാവും രാജ്ഞിയും എന്ന നിലയിൽ ആഡംബര വസ്ത്രധാരികളായി അവർ ഒരുമിക്കുമ്പോൾ പാടുന്ന സങ്കീർത്തനമാണ് 45-ാം സങ്കീർത്തനം. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓവീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അവൾ പാടുന്ന, എൻ്റെ ഹൃദയം രാജാവിന് വേണ്ടിയുള്ളത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൾ. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ. അല്ലയോ കുമാരി, നോക്ക കേൾക്ക ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക.
അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നമുക്ക് മറക്കാം വിട്ടുപോകുന്ന മണ്ഡലങ്ങളെ, ഭൂതകാലത്തിൻ്റെ ജീർണതകളെ, അവളോടെ കാത്തിരുന്ന മടുപ്പുകളെ, ഇതുവരെ കാന്ത നീ എന്തേ എന്നെ സ്വീകരിക്കാൻ വന്നില്ല എന്ന വേദനകളെ, അത് നിമിത്തമേറ്റ പീഡകളെ, അത് നിമിത്തമേറ്റ പരിഹാസ ശരങ്ങളെ, അതെല്ലാം പിന്നിലാക്കിയിട്ട് പറയാ, കാന്ത ഞാനിതാ മറക്കുന്നു ഈ ലോകത്തിന്റെ വേദനകളെ. ഇതാ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, അല്ലയോ കുമാരി, നോക്ക കേൾക്ക ചെവിചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും നീ മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. എന്നെയും നിന്നെയും അവൻ വിളിച്ചത് ഈ കാന്തനെ നമസ്കരിക്കാൻ, ഈ കാന്തന് മഹത്വം കൊടുക്കാൻ, സർവ ആദരവും മഹത്വവും അത് അർഹിക്കപ്പെടുന്ന ഈ കാന്തന്റെ മുൻപിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ക്രിസ്ത്യജീവിതം സ്വാർത്ഥകമായി തീരുന്നത്. ഈ പരിഗണനയും പദവിയും കൂടാതെ ഒരാളെങ്കിലും അകത്തും പുറത്തുമിരുന്ന് ഈ ദൈവജന ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നിന്നെ ചേർക്കാൻ ഈ നാളുകളിലൊന്നിൽ കാകളം ധനിക്കും. തന്റെ കാന്തൻ വരുമ്പോൾ കൈവിടപ്പെടാതിരിക്കാൻ ഒരുങ്ങ്, ഉണര്, ജാഗരിക്ക്. ഉറങ്ങാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക. അവനാണ് രക്ഷകൻ, അവനാണ് വീണ്ടെടുപ്പുകാരൻ, അവനാണ് നിന്നെ നിലനിർത്തുന്നത്. ആ യേശുവിനെ സ്വീകരിച്ചവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കൈക്കൊണ്ട് പരിശുദ്ധാത്മ നിറവിൻ ജീവിതം പ്രാപിച്ച് ജഗജീവിതം അനുഷ്ഠിച്ച് ഈ കാന്തനെ ഉൾക്കൊണ്ട് അവൻ്റെ വരവിൽ എടുക്കപ്പെടാൻ ജാഗ്രതയോടെ കാത്തിരിക്കാം. പകലും ഞങ്ങൾ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയ പോലെ ആ ജാഗ്രതയുടെ ഉത്കണ്ഠയുടെ കാലം ഇതാ നമ്മെ വിട്ടു കടന്നുപോയി. നിഴലുകൾ പൊരുളുകളാകുന്ന ഒരു ശുഭസന്ധ്യയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് വന്നിരിക്കെ ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും അത്തരം ഒരുക്കത്തിലാണ്. പക്ഷേ ഒരുങ്ങാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനായി ജീവിതം സമർപ്പിക്ക്. കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥനയ്ക്കൊരുങ്ങ. 4 മുദ്രകൾ ഭേദിക്കുമ്പോൾ ലോകമൊരുങ്ങുന്നു അവനെ കാത്ത്. മറുവശത്ത് ക്രിസ്തുവിൻ്റെ മുദ്രയണിഞ്ഞ നിങ്ങൾ, ഞാനും നിങ്ങളും ഒരുങ്ങുന്ന സഭ അവനെ സ്വീകരിപ്പാൻ ഒരുങ്ങുന്നു. മുദ്രയിടപ്പെട്ട നമ്മെ തൻ്റെ മാറോട് അണച്ചുകൊണ്ട് കാന്തൻ ആലിംഗനം ചെയ്ത് ഒരു പുതുജീവിതത്തിലേക്ക് നയിക്കാൻ സമയം സമാഗതമായി. യേശുവെ കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്നു മുതൽ ദൈവവൈദ്യരായിത്തീരുന്നു. ആ സമർപ്പണത്തിന് ആർക്ക് മനസ്സുണ്ട്? ആ സമർപ്പണം ചെയ്തവരിൽ സ്നാനമേൽക്കാത്തവരുണ്ടോ? ആത്മനിറവിനെ പ്രാപിക്കാത്തവരുണ്ടോ? യേശുവിൻ പൈതലായിത്തീരാൻ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം. ആ യേശുവിന് വേണ്ടി നമുക്ക് സ്വയം ഒരുങ്ങാം, ഉണരാം, ജാഗരിക്കാം. പ്രാർത്ഥനാ നിർഭരമായ ഒരു ആത്മബന്ധത്തിൽ അവനെ കൈക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംഗതിയാക്കട്ടെ. ഈ വചനങ്ങൾ